Good evening and welcome to Luna's Comedy Super Night. Luna's Comedy Super Night ന്റെ ഈ വേദിയിലേക്ക് നമുക്ക് ആദ്യമായി സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം സുരാജ് ഏട്ടനെ. നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ? അവിടെയോ? നല്ല വിശേഷമാണ്. എല്ലാവർക്കും നല്ല സുന്ദരന്മാരും എല്ലാവരും വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഷോ അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് ഇനി ഒരു ചിരിമയത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. ഓക്കെ അല്ലേ ചിരിക്കാൻ? താങ്ക് യു. സുരാജ് ഏട്ടാ, നമ്മുടെ ഈ ഷോ തുടങ്ങിയ സമയം തൊട്ട് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, സുരാജ് ഏട്ടൻ എപ്പോഴും നല്ല എനർജറ്റിക് ആണല്ലോ, എങ്ങനെ ഈ ഒരു എനർജി ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അത് ഒന്ന് ദൈവത്തിൻ്റെ കൃപാകടാശം, രണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ള തികഞ്ഞ ആത്മാർത്ഥത, പിന്നെ അതുപോലെ തന്നെ അതിനേക്കാൾ അപ്പുറം എന്ന് പറയുന്നത് ഞാൻ ഈ അടുത്ത സമയത്തായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്തു തുടങ്ങി. യോഗ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ദാണ്ട ഈ മുഖമൊക്കെ ഉണ്ടല്ലോ നല്ല സുന്ദരിയാക്കി മാറ്റാം കേട്ടോ. നല്ല വീട്ടിലെ ഐശ്വര്യ റായെ പോലുള്ള മുഖമൊക്കെ വരും. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ യോഗ പ്രാക്ടീസ് ചെയ്താൽ കോൺസെൻട്രേഷൻ കിട്ടും, നമുക്ക് എല്ലാത്തിനോടും ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. ശരിയാ. അപ്പൊ നമ്മുടെ പഴയ ഋഷിവര്യന്മാർ നമ്മുടെ ഭാരതത്തിന് നൽകിയ വലിയൊരു സംഭാവനയാണ് യോഗ. അതെ, ഋഷിവര്യന്മാർ ഭാരതത്തിന് നൽകിയ സംഭാവനയാണ്. പക്ഷേ ഇപ്പൊ കൂടുതലും യോഗ ചെയ്യുന്നതെല്ലാം വിദേശികളാണ്. ഭാരതീയർ സംഭാവന ചെയ്യുന്ന ആരും അങ്ങോട്ട് ചെയ്യാറില്ല. വളരെ കുറച്ച് ആൾക്കാരൊക്കെ ചെയ്യുന്നുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. എന്താന്ന് വെച്ചാൽ ചേട്ടാ, നമ്മൾ ഈ ശ്വാസം വലിച്ചു കയറ്റുന്ന പരിപാടിയാണല്ലോ. ഇതല്ല പ്രൈവറ്റ് ബസ്സിൽ ആൾക്കാരെ ഇങ്ങോട്ട് അടിച്ചു കയറ്റി പോകുന്ന മാതിരി അല്ല ശ്വാസം വലിക്കുന്നത്. ഇത് അതിനൊക്കെ ഒരു ക്രമീകരണമുണ്ട്. അതിപ്പോ പറഞ്ഞു തന്നിട്ട് കഥയല്ലോ. പറഞ്ഞോ, ഞാൻ പഠിക്കാം. അതായത് ഇപ്പോൾ യോഗയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടും കാര്യമില്ല. ഒരു യോഗ മാസ്റ്റർ അടുത്ത് പോകണം. ഇപ്പം ബേസിക് ആയിട്ട് വേറെ ഒന്നുമുണ്ട്. നമ്മൾ ശ്വാസം എടുക്കുന്നത് എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ഭയങ്കര ഗുണവും കിട്ടും, ഭയങ്കര സന്തോഷമാണ് നമുക്ക്. ഉദാഹരണത്തിന് ഇപ്പോൾ ചോറ് കഴിക്കുന്നു, നമ്മൾ വളഞ്ഞിരുന്ന് 3-4 പേരുമായിട്ട് ചോറ് കഴിക്കുന്നു, ഒരേ കറികളായിരിക്കും എല്ലാവരുടെ പാത്രത്തിലും. ചില ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ചവച്ചുകൊണ്ടിരുന്നിട്ട് അടുത്തവൻ്റെ പ്ലേറ്റ് നോക്കും. അത് ചിലരുടെയൊക്കെ ഒരു രീതിയാണ്. പക്ഷെ സ്വന്തം പ്ലേറ്റിൽ ശ്രദ്ധിച്ച് ഞാൻ കഴിക്കുന്നത് ചോറാണ് എന്ന് വിചാരിച്ച് ലൈറ്റായിട്ടൊന്ന് കഴിച്ചു നോക്കുക. രുചി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ശ്വാസം എടുക്കുന്നെങ്കിലും നമ്മൾ അറിഞ്ഞുകൊണ്ടൊന്ന് എടുത്തു നോക്കിയേ. കാര്യം ശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അത് അറിഞ്ഞുകൊണ്ട് എടുത്തു നോക്കിയാൽ ഭയങ്കര സുഖമായിരിക്കും. ഇതാ വളരെ സാവധാനം ശ്വാസം അങ്ങ് ഉള്ളിലേക്ക് എടുക്കുക. റൈറ്റ് മൂക്ക് വഴി ഇതാ കുറച്ചു നേരം ഹോൾഡ് ചെയ്യുക. ഇപ്പുറത്തെ മൂക്ക് വഴി അങ്ങ് വിടുക. ഒന്ന് ചെയ്തു നോക്കിയേ. കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഞാൻ എടുക്കാൻ പോവാണ്. ഇതിപ്പോ അല്ല ശ്വാസം എടുത്ത് തലക്കെടുത്തോണ്ട് പോകുന്ന മാതിരിയാണല്ലോ നിൽക്കുന്നത്. ഓ എന്റെ അശ്വതി, അങ്ങനെ ഇങ്ങനെ എടുക്കണ്ട, വളരെ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ അപ്പൊ റൈറ്റ് മൂക്ക് പൊത്തിട്ട് മനസ്സിലായി പറയണ്ട ഇതല്ല ലെഫ്റ്റ്. ഓക്കെ, ലെഫ്റ്റ് മൂക്ക് പൊത്തി ഞാൻ റൈറ്റ് കൂടെ ശ്വാസം എടുത്തോ വിടാൻ പോവാണ്. ഓക്കെ, കുഴപ്പമില്ല ചേട്ടാ, നല്ല രസമുണ്ട്. ഇതങ്ങ് പ്രാക്ടീസ് ചെയ്താൽ മതി. ലെഫ്റ്റ് കൂടെ വിട്ടു ചേട്ടാ, ഇത് രണ്ടും കൂടെ പൊത്തിയാലോ? നമുക്ക് പുതിയ ആങ്കറേയും കിട്ടും, ഈ ഷോയും നന്നാവും. എടേ ഇങ്ങനെയൊന്നും അല്ല. ഇതിപ്പോ പറഞ്ഞിട്ട് കഥയില്ല, വേറെ എന്തെങ്കിലും പറയാം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഞാനിതൊക്കെ പഠിച്ചല്ലോ, ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താ ഗുണമുള്ളേ? ഇത് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗുണമല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ എല്ലാം ഭയങ്കര പോസിറ്റീവ് വൈബ്രേഷൻ ആയിരിക്കും. എന്ത് കാര്യം നെഗറ്റീവ് എന്ന് പറയുന്ന സാധനമേ ഉണ്ടാവില്ല. എല്ലാവരോടും നല്ല പ്ലസന്റ് ആവുക. എന്തിന് ഗ്ലാമർ വർദ്ധിക്കും. സിനിമാ താരങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പൊ യോഗ ചെയ്യുന്നുണ്ട്. സിനിമാ താരങ്ങളെല്ലാം യോഗ ചെയ്യുന്നുണ്ട്, ഗ്ലാമർ വർദ്ധിക്കും. ആണല്ലേ? അപ്പോ യോഗ സ്ഥിരമായി ചെയ്താൽ സിനിമാ താരം ആവാം? അല്ല, യോഗ ചെയ്തുകൊണ്ട് മാത്രം സിനിമാ താരം ആകാൻ പറ്റില്ല. അതിനൊക്കെ ഒരു യോഗം വേണം. അപ്പോ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഈ ആരോഗ്യം തന്ന് എനർജി തന്ന് നമ്മുടെ ആയുസ് നിയന്ത്രിക്കുന്നത് ഈ യോഗ ആയിരിക്കും അല്ലേ? ആയുസ് നിയന്ത്രിക്കുന്നത് യോഗ കൊണ്ടല്ല, അവരവരുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും അവരവരുടെ ആയുസ് കേട്ടോ. അതെ സുരേഷ് സാറേ, എന്താ സെക്യൂരിറ്റി, നമ്മുടെ ഫ്ലോറിന്റെ സെക്യൂരിറ്റിയാണ്, ഒന്ന് പരിചയപ്പെട്ടേക്ക്. നമസ്കാരം. എന്താ ഇങ്ങോട്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പറഞ്ഞോളൂ. അല്ല, ഷോ നമുക്ക് കുറച്ചു തുടങ്ങിയാൽ മതി. അയ്യോ ഇല്ല, ഇവിടെ ഗസ്റ്റുകളെല്ലാം റെഡിയാണ്. അല്ല, ഗസ്റ്റുകൾ വന്നേക്കുമ്പോൾ നമുക്ക് ഈ ഷോ കുറച്ചു നിർത്തി വെക്കണം. അയ്യോ അത് പറ്റില്ല. എന്താ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന്. എന്റെ സെക്യൂരിറ്റി പ്ലീസ്, നിങ്ങൾ പുറത്തു നോക്കോ, ഇവിടെ ആർട്ടിസ്റ്റുകളെല്ലാം റെഡിയാണ്. എന്ന കാര്യം തുറന്നു പറയാല്ല, ഈ ഫ്ലോറിനകത്ത് ഒരു പാമ്പ് കയറിയിട്ടുണ്ട്. ഈ ഫ്ലോറിൽ പാമ്പ് കയറിയാ? ഈ ഫ്ലോറിൽ പാമ്പ് കയറിയിട്ടുണ്ട്. ഇങ്ങോട്ട് എങ്ങനെയാണോ ഈ ഫ്ലോറിൽ പാമ്പ് കയറിയത്? ഫ്ലൈറ്റ് പിടിച്ച് നെടുമ്പാശ്ശേരി ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നേരെ വന്ന് കയറി. ഞാൻ ക്ഷണിച്ചിട്ട് വന്നതല്ല.
എടാ എന്നാൽ ഇത് എവിടുന്നാണെന്ന് തനിക്ക് നോക്കിക്കൂടായിരുന്നോ? എങ്ങനെ നോക്കാനായിട്ട്? താൻ ഇത് കണ്ടില്ല ഇങ്ങോട്ട് കയറി വരുന്നത്? അതെ, 10 രൂപ ടിക്കറ്റ് എടുത്തിട്ട് ഒരു പകുതി ടിക്കറ്റ് എന്റെ കൈ കീറി തന്നിട്ട് ഇങ്ങോട്ട് കയറി പോകുന്ന പാമ്പല്ല. നിങ്ങളുടെ തോന്നിവാസം കൊണ്ടാണ് ഈ പാമ്പിനെ അകത്തേക്ക് കയറിയത്. എന്ത് തോന്നിയാസം? ദൈവമേ, ഇതാരാ തോന്നിയാസം കാണിക്കുന്നത്? നമ്മളിവിടെ തോന്നിയാസല്ലോ, ഷോ അല്ലേ ചെയ്യുന്നത്? നിങ്ങൾ വിളിച്ചു പറഞ്ഞ തോന്നിയാസമല്ലേ? എന്തോ തോന്നിയാസം? ഞാൻ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് സെക്യൂരിറ്റി ഒരു ചായ മേടിച്ചിട്ട് പോവാ, സെക്യൂരിറ്റി ആ പാർക്കിംഗിൽ പോയി നോക്കും, സെക്യൂരിറ്റി ഈ ഫയൽ അവിടെ കൊണ്ട് കൊടുക്കും. ആ സമയത്തല്ലേ പാമ്പിനകത്തേക്ക് കയറിയത്. അല്ലേ, അത് നിങ്ങളുടെയൊക്കെ ജോലിയാണ്, ഉത്തരവാദിത്വമാണ്. അതൊക്കെ ചെയ്യണം. ഓക്കെ, ഏതെനമാണ് കേറിയ പാമ്പ്? ഏതെനം പാമ്പാ? PP രാമു, കൂനന്തർ ഹൗസ്, പെരുമ്പടന്ന നോർത്ത് പറവൂർ. പേരും നാളും പറഞ്ഞിട്ടാണോ പാമ്പക്കിനകത്ത് വലിച്ചു കയറുന്നത്? എന്റെ ദൈവമേ, എന്റെ ഡ്രസ് എല്ലാം കൂടെ ആ റൂമിൽ ഇരിക്കണം. ഇതിപ്പോ എന്താവും? അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതറിഞ്ഞ പാടെ തന്നെ ആ ബാഗും ഡ്രസ്സും ഷൂസും ഒക്കെ ഞാൻ അവിടെ നിർത്തി മാറ്റി. ഐ ലവ് യു. സത്യം പറയട്ടെ സെക്യൂരിറ്റി, ഇനി ആരൊക്കെ ഇവിടുന്ന് നിങ്ങളെ പറഞ്ഞു വിടാൻ ശ്രമിച്ചാലും ഞാൻ പറഞ്ഞു വിടില്ല. എന്റെ സാധനങ്ങൾ ഇത്രയും ഉത്തരവാദിത്തോടു കൂടി നിങ്ങൾ വീക്ഷിച്ചല്ലോ. താങ്ക് യു. അത് ഞാൻ എന്റെ ബാഗും ഷൂസും മാറ്റിയല്ലേ പറഞ്ഞത്. എന്റേതല്ലേ? എന്റെ ദൈവം, എടേ ആൾക്കാരൊക്കെ ഇവിടെ ഇത്രയും പേര് ഇരിക്കണം, വല്ല സുരക്ഷിതത്വം ഉണ്ടോ? ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. പാമ്പ് കേറിയിട്ടുണ്ട് എന്ന് പറയുന്ന സത്യം തന്നെയാണ്. എന്ത് കേറിയിട്ട് പാമ്പ് കയറി എന്ന് ആരെങ്കിലും അലറച്ചോടെ വിളിച്ച് പറഞ്ഞാൽ അത് കക്കാനുള്ള ശ്രമമായിരിക്കും, മാല മോഷ്ടിക്കാനുള്ള ശ്രമമായിരിക്കും. അതുകൊണ്ട് ആരും ഓടേണ്ട ആവശ്യമൊന്നുമില്ല, ആരും പുറത്തേക്ക് പോകണ്ട. മിടുക്കനായ വാവരാജുവിനെ ഞാൻ അറിയിച്ചിട്ട് പുള്ളി വരും. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അവിടെ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാലുകളൊക്കെ നേരെ കസേരയിലേക്ക് എടുത്തു വെച്ചോ. ചിലപ്പോൾ ഈ പാമ്പ് വന്ന് ചിലപ്പോൾ കാലിൽ കൊത്താൻ സാധ്യതയുണ്ട്. പേടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇനി കാലങ്ങനെ കയറ്റി വെച്ചുകൊണ്ട് നിങ്ങളെല്ലാം സുരക്ഷിതരായി എന്നുള്ള ഒരു മോഹമൊന്നും വേണ്ട. ചില പാമ്പുകൾ കസേരയുടെ കാലിൽ കൂടി കയറി ഇങ്ങനെ വന്നിട്ട് ഈ പുറകെ കൂടി കൊണ്ട് ഇങ്ങനെ കയറി പിടിച്ച് കൊത്താനുള്ള സാധ്യത. ഇത് പാമ്പല്ലാന്ന്, ഇത് പാമ്പല്ലാന്ന്, ഇത് തന്റെ എന്നെ കിടുങ്ങാൻ മണിയാ. ഡ്രസ്സിൽ എന്തെങ്കിലുമൊക്കെ വലിച്ചു കിട്ടിക്കൊണ്ട് വന്നിട്ട് പാമ്പെന്നാ. പേടിപ്പിക്കാനല്ല ഇങ്ങനെ തട്ടിയത്. മതി, അടുത്ത പരിപാടി നോക്കാൻ പറഞ്ഞതാ. പേടിപ്പിക്കാൻ പറഞ്ഞതല്ലട്ടാ. അശ്വതി, ഇവിടെ പാമ്പുള്ളത് കൊണ്ട് ഇന്ന് ഗസ്റ്റിന് ആരെയും വിളിക്കണ്ട. അതിരിക്കട്ടെ, ആരാ ഗസ്റ്റ് ഇന്ന്? ഗസ്റ്റ് എന്ന് ബിജുക്കുട്ടൻ ചേട്ടനാണ്. ബിജുക്കുട്ടൻ? ദൈവമേ, വിളിക്കരുത്. പാമ്പുണ്ടെന്ന് ബിജുക്കുട്ടനെ അറിയിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ബിജുക്കുട്ടനെ വിളിക്കണ്ട. ഹലോ സുരാജ്, നമസ്കാരം. നമസ്കാരം നമസ്കാരം. സുരാജ്, അതെന്താ എന്നെ വിളിക്കേണ്ടത് പറഞ്ഞത്? അല്ല, വേറൊന്നുമല്ല, ഇവിടെ ചെറിയ പ്രശ്നമാവും. നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാവും. പിന്നെ വിളിക്കാം. അല്ല എനിക്ക് മനസ്സിലായി. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോ സുരാജിനോട് ചോദിക്കാതെ ഞാനിവിടെ ഡാൻസ് കളിച്ചു അല്ലേ? അതിന്റെ ഒരു അസൂയ കൊണ്ടല്ലേ? അസൂയ അല്ലാന്ന്. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞ പ്രശ്നമാണ്. ഇത് പല 8 അടി അങ്ങനെയുള്ള സംഭവങ്ങളാണ്. എന്തെന്നാണ് സുരാജ് ഈ പറയണത്? നിങ്ങൾ ഇവിടെ നിൽക്കണ്ട പ്ലീസ്, ഒന്ന് പോയി തരുമോ? ഞാൻ കാര്യം പറയട്ടെ സുരാജ്, നിനക്കൊരു ധാരണയുണ്ട്. എന്ത്? ഈ കോട്ടും അതുപോലെ ഈ പാന്റും അതുപോലെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് മാത്രമേ ഈ കോമഡി ഷോ ആങ്കർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ശരിയല്ലേ? കൈയടിക്കണണ്ട. അല്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറയണ്ടടാ. നിന്റെ ഈ എന്താണ് പെരുമാറ്റം കാര്യങ്ങളൊക്കെ കാണുമ്പോ എല്ലാവർക്കും അറിയാം. പിന്നെ എന്റെ പൊന്ന് സുരാജ്, ഈ സാധനം ഞാനും ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ എനിക്ക് ഈസി ആയിട്ട് ചെയ്യാന്നുള്ളൂ. അല്ല സുരാജ്, നീ ഇങ്ങനെ സോട്ടും കൂട്ടും. കോട്ടും സ്യൂട്ടും. സോട്ടും കൂട്ടും അല്ലേ? സോട്ടല്ലെന്ന്, കോട്ടും സ്യൂട്ടും. കോട്ടും സൂട്ടും എന്തായിക്കോട്ടെ, അതിട്ടുണ്ട് വെറുതെ ഇങ്ങനെ ഇങ്ങനെയാണ് ചിരിക്കുന്നത്. അല്ല, എൻട്രി ആവുമ്പോ ഞാൻ ഇങ്ങനെ വരുന്നത് ശരിക്കും എന്റെ കൈയും കൂടെ വയ്യ. അല്ലല്ല, ഒരു പരിപാടി ആവുമ്പോ അത് ആദ്യമായിട്ട് വരുന്ന ഒരു ആങ്കർ ചെയ്യുന്ന ഒരാള് മാന്യമായിട്ട് ചിരിക്കണം. ഇതുപോലെ ഇതാണ് മാന്യതയുള്ള ചിരി. എന്തേ? അയ്യോ, അല്ല ഇത് ശരിയല്ലേ? ഇതൊന്നും അല്ലാന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഇവിടെ ചെറിയ ചെറിയ കോമഡി കേൾക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ പൊട്ടിച്ചിരിക്കണം അവിടെ ഇരുന്നോണ്ട്? അല്ല, എനിക്ക് ചെറിയ കോമഡി ആയാലും ഞാൻ നന്നായിട്ട് ചിരിക്കാം. ചിരി ആരോഗ്യത്തിന് നല്ലതാണ്, ആയുസ് നീട്ടി കിട്ടുമെന്നാണ്. അതൊക്കെ ഓക്കെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ചിരിക്കണേന്ന് നിനക്ക് സെപ്പറേറ്റ് വല്ല ക്യാഷും തന്നെ ഉണ്ടോ? വെറുതെ ഇരുന്നോണ്ട് നോക്കിയാ ഒന്നുമില്ല. ചെറിയ കോമഡി പറയുമ്പോ ഒരാവശ്യമില്ല. എന്തെന്ന് സുരാജ്, അത് ഒരു ദിവസം ഇല്ലെങ്കിൽ സ്ഥിരം ചേട്ടൻ ഇവിടെ വന്ന് നിൽക്കുമ്പോഴേ അത് മനസ്സിലാവും. പിന്നെ മനസ്സിലാവും. ഞാനൊരു കാര്യം നേരത്തെ പറഞ്ഞില്ലേ, ഈ കോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ എനിക്കും ആവാം. അയ്യോ, പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറ്റി, ഞാൻ കാണിച്ചു തന്നോ? ഇപ്പൊ കാണിച്ചു തരാം. എടാ കോട്ട് എടുത്തിട്ട് വാടാ ബാബാ. അല്ല, ഇവിടെ വെച്ചിടണ്ട, നമുക്ക് അകത്ത് കയറി ഇരുന്നിട്ടോ. ഓ പിന്നെ നീ അകത്തിരുന്നിട്ടല്ലേ എപ്പോഴും സോട്ടും കൂട്ടൊക്കെ ഇടുന്നത്? എന്റെ പൊന്നെ, സോട്ടും കൂട്ടും അല്ല, കോട്ടും സൂട്ടും. അങ്ങനെയൊക്കെ പറയാ, കുഴപ്പമൊന്നുമില്ല. സോട്ടും കൂട്ടും. കോട്ട് ഇടറാ. എല്ലാവരും വിചാരമുണ്ട്. എന്തോ ഒന്നുമില്ല. എന്തെങ്കിലും പറയുമ്പോ ഇവിടെ സംസാരിക്കും. കോട്ട് ഇടാ.
കയറ്റി കയറ്റി കുത്തി കയറ്റി. ഇങ്ങനെയൊക്കെ ചെയ്യിക്കണം പാവപ്പെട്ട പിള്ളേരെ കൊണ്ട്. ഇങ്ങനെ ഇട്ടിട്ടാടാ എന്തിനാ കൈ ഒടിഞ്ഞു പോയത്? അല്ല, എന്റെ കൈ വളരെ നേരത്തെ ഒടിഞ്ഞതാ. നിങ്ങൾ ഇത് മാറ്റി വെക്കുക, എന്നാലേ കോട്ടിടാൻ പറ്റൂ. വല്ല കാര്യമുണ്ട്. ഓക്കെ. ഇല്ല, ഷൂ കെട്ട്. ദൈവമേ, ഇതിട്ടപ്പോ തൊട്ടിലിൽ കിടത്തിയ പോലെ ഉണ്ട്. ഒരു കയറും കൂടെ കെട്ടി ഞാൻ ഇട്ട് ആട്ടാം. എന്തെങ്കിലും ഫാൾട്ട് കണ്ടുപിടിക്കാൻ നിൽക്കണം ഇവിടെ. ഷൂ കെട്ടാ, ഷൂ കെട്ട്. ഏയ്, എടാ. അത് വേണം, അത് വേണം. പോകാം. എന്റെ സുരാജ്, ഏ? ഇവിടെ ഇങ്ങനെയാണ് ഷൂ കെട്ടണത്, തറയിൽ വലിച്ചിട്ടിട്ട്. എണി. അമ്മേ, ഏ? ചുമ്മാതല്ല, നിന്നിപ്പോ കാണുമ്പോ ഒരു കാലിന് ഒരു ഞൊണ്ടും കൂടി ഉണ്ട്. ഇങ്ങനെ ഷൂ കെട്ടിട്ടാണല്ലേ? എങ്ങനെയുണ്ട്? ഒരിത്തിരി പൊക്കം കുറവല്ലാതെ എന്തെങ്കിലും വലിയ വ്യത്യാസം ഉണ്ടാ? ഒരു വ്യത്യാസമല്ല. അതെ അതെ അതെ. പൊളി വന്നേ. സുരാജ് എങ്ങനെയുണ്ട്? കൊള്ളാം. ലഡുവിന്റെ മുകളിലിരിക്കുന്ന ഉണക്കമുന്തിരി പോലെ ഉണ്ട്. നിനക്ക് അസൂയാണത്. അസൂയാണെങ്കിൽ പിന്നെ നിങ്ങൾ അങ്ങ് പ്രോഗ്രാം ആങ്കർ ചെയ്തോ. എന്ത് ആങ്കറും കൂടെ ചെയ്തോ. അങ്ങനെയല്ല, സംസാരിച്ചോ. ചെയ്തു നോക്ക്, കുഴപ്പമില്ല. പ്രിയമുള്ളവരെ, ലൂണസ് ഒന്ന് പറയട്ടെടപ്പ. ലൂണേഴ്സ് അല്ല, ഞാൻ പറഞ്ഞു വരട്ടെ. ക്ലിയർ ആയിട്ട് പറ. എന്നെ ഇത്രയും നേരം ഭരിച്ചല്ലോ, എന്നെ ഫുൾ കളിയാക്കി. ഇനിയിപ്പോ ഇത് ചെയ്യും. ഒന്ന് കൈയടിച്ചോളൂ, ഒന്ന് കൈയടിച്ചോളൂ. പ്രിയമുള്ളവരെ, ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചിരി അംഗം ഇപ്പൊ തുടങ്ങാം. ചിരി അംഗം ഇപ്പൊ തുടങ്ങാന്നൊക്കെയാണ് പറയുമ്പോ ഡയലോഗില് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഭംഗി വേണ്ടേ? പ്രിയമുള്ളവരെ, ലൂണാസ് കോമഡി നൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കോമഡി ഷോ ഇപ്പൊ തുടങ്ങാം. പിന്നെ സുരാജിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഈ ചാനലിൽ നടക്കണ എല്ലാ കള്ളത്തരവും ഞാൻ ഇന്ന് വെളിച്ചത്താക്കും. ഈ സാരി എടുത്താണോണ്ടാ നല്ല കിടിലായിട്ട്. നിങ്ങൾ കരുതും ഇത് സ്വന്തമായിട്ട് എടുത്താണെന്നല്ലേ? അല്ലല്ല, 10-12 പേര് ഇതുമ്മ കാലത്ത് തുടങ്ങി ചുറ്റിപ്പണഞ്ഞിട്ടാണ് ഈ സാരി ഉടുപ്പിച്ചാണത്. ഉടുക്കാൻ അറിയാൻ പാടില്ല. വെറുതെ കാട കാണിച്ചാൽ വന്നിങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ എന്ത് സുന്ദരിയാണെന്ന് നോക്കിയല്ലേ. പിന്നെ മുടി നോക്കിയേ, കോലമുടി, ചുരുളമുടിയല്ല. സത്യം, ഈ ചുരുളമുടി ആക്കാൻ വേണ്ടി രാവിലെ 10 മണിക്ക് ഒരു 5 പേര് ഇതുമ്പോ കാശു വാങ്ങാൻ പഠിക്കില്ല. ഇങ്ങനെ ചുറ്റി തിരിഞ്ഞാണ് ഈ മുടിനെ ആക്കിയേക്കണത്. കോലമുടിയാ. നിങ്ങൾ ഇത്രയും നേരം നമ്മളെ പരിഹസിച്ചു. എന്തായാലും അതിന് നമുക്ക് പരിഭവമൊന്നുമില്ല. അല്ല, ഉള്ള കാര്യം തുറന്നു പറയണമല്ലോ. അല്ലല്ല, എന്നാ സത്യമാണെങ്കിൽ സത്യമാണെങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിച്ചോട്ടെ. ഞാൻ ഒരു ചെറിയ ഗെയിം ഇവിടെ നടത്തും. അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് വിജയിക്കാൻ പറ്റുമോ? ഇത്രയൊക്കെ എനിക്ക് ചെയ്യാമെങ്കിൽ ഒരു ഗെയിം അല്ലേ? അതൊക്കെ ഞാൻ ഈസി ജയിക്കും. ശരി, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഓഡിയൻസിൽ നിന്ന് ഒരാളെ വിളിക്കും. ഇതിൽ ആരാണ് വിജയിക്കുന്നത്? ഓക്കെ, ശരി. ഓഡിയൻസിൽ നിന്ന് ഒരാൾ വന്നേ. ധൈര്യമായിട്ട് കയറി പോരെ. ഇവിടെ കയറിക്ക്. സുരാജ പറ. 2 പേരും എത്തി. ചെറിയൊരു ഗെയിമാണ് കേട്ടോ. ഇതിൽ ആരാണ് വിജയിക്കുന്നത് നമുക്ക് കാണാം. ഓഡിയൻസിന് വേണ്ടി ദാ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് വേണ്ടിയിട്ട് ബിജു ചേട്ടനും വന്നിട്ടുണ്ട്. റെഡി? ഞാൻ 1 2 3 4 5 6 എത്ര വരെ എണ്ണും? 10 വരെ എണ്ണും. 10 വരെ അറിയാവോ? അല്ല, അത് കഴിഞ്ഞാലും എണ്ണും. ഒന്ന് എണ്ണിക്കേ. 11 12 13 14 15. പോടാ കളി. എനിക്കറിയാന്ന് 10 30 വരെയൊക്കെ അറിയാലേ? ഓക്കെ, അതിന്റെ പകുതി ഞാനും പറയും. ശരി. 1 2 3 4 5 6 7 8 9 10 അറിയാലോ. ഇനി അക്കത്തില് പറഞ്ഞ മലയാളത്തില് 1 2 3 4 5 6 7 8 9 10. മോനും അറിയാലോ. ശരി, ഞാൻ 1 പറഞ്ഞാൽ അടുത്ത അക്കത്തിലേ പറയാവൂ. എത്ര പറയും? ഞാൻ 1 പറഞ്ഞു കഴിഞ്ഞാൽ 2 പറയും. 2 പറയും. മലയാളത്തിൽ പറയണം. ഓക്കെ, മോൻ ഇപ്പൊ പറയണ്ട. ആദ്യം ഇവിടെയാണ്. തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ മര്യാദക്ക് നിന്നോളണം. അല്ല, ഇത്തിരി സാവധാനമൊക്കെ ഞാൻ പറയുള്ളൂ. അല്ല, സ്പീഡിൽ പറയണം. ആണോ? 1 2 3 4 5 5 6 ചേട്ടാ 4 5 എന്ന് പറഞ്ഞു. എല്ലാം തെറ്റി. 5 എന്ന് പറയണം. തെറ്റാതെ ഒന്നുകൂടെ. 3 4 5 6 പറഞ്ഞില്ലേ? എവിടെ പറഞ്ഞ അത് തെറ്റല്ലേ? ശരി ശരി. 5 5 6 7 8 9 7 8 പറഞ്ഞ് പറയരുത്. ഓക്കെ. 1 2 3 4 5 6 6 7. അത് തെറ്റാണ്, മനസ്സിലായല്ലോ. ഓക്കെ, മോൻ പറഞ്ഞേ. എനിക്കൊരു തെറ്റ് പറ്റി എവിടെയോ അല്ല, ജനനമേ തെറ്റാണെന്ന് തോന്നുന്നു. പറയും. 1 2 നാട്ടുകാരെ നാണം കെടുത്തുവോ?
പിടിച്ചാലും പറയ്. വലുതാണ് ആളയിലിരിക്കണത്. പറയ്. വൺ ആ എന്നോട് പറയാം. ഞാൻ പറയാം. മോൻ പറ, മോൻ പറ, രണ്ട്. മോൻ പറയട്ടെ. സുരാജ് പറയട്ടെ. സുരാജ് ചേട്ടനോട് ചോദിച്ചോ. Okay. ചോദിച്ചോ. അടുത്ത നമ്പർ പറയോ? ചോദിച്ചോ. 2 3 4 5. 6 അല്ല അത് നിങ്ങൾക്ക് മനസ്സിലായോന്ന് അറിയാനാണ്. ഇല്ല, സമ്മതിക്കില്ല, വെറുതെ സമ്മതിക്കില്ല. ചോദിക്ക്. ചോദിച്ചോ. 1 2 3 ഇടയ്ക്കൊന്ന് 4 ചോദിച്ചോ, ഇടയ്ക്കൊന്ന് 6 ചോദിച്ചോ. 7 9 10. കണ്ട തീർന്നു. ശരി. 1 2 3 3 4 4 5 5 5 5 5 കഴിഞ്ഞ എന്താ പറയാ 6 എന്ന് പറയണ്ടേ. 5 കഴിഞ്ഞ 6 കേട്ടാ. ആ, okay, അങ്ങനെ okay. പറയണം. ആ, ഓക്കെ. ആ. ഇനി അടുത്ത ഒരു ചെറിയൊരു ഗെയിമാണ്. നല്ല പ്രോത്സാഹനം വേണം. ഇംഗ്ലീഷ് സംസാരിക്കുകയും ചെയ്യരുത്. ഇംഗ്ലീഷ്? ഞാൻ എന്ത് ചോദിച്ചാലും മലയാളത്തിൽ, തനി മലയാളത്തിൽ മാത്രമേ ഉത്തരം പറയാവൂ. അപ്പൊ സുരാജ് ഏ? നീ തോറ്റു മോനെ. ഏ? നീ തോറ്റ്. അതെന്ത്? ഇംഗ്ലീഷ് പറയാൻ പറ്റില്ല. ആ, ജയിച്ചു, ഞാൻ ജയിച്ചു. അതെങ്ങനെ 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 ഞാൻ ഇംഗ്ലീഷ് പറയൂല. ജന്മത്വം എന്റെ പറയത്തില്ല. അമ്മച്ചി ഞാൻ ഇംഗ്ലീഷ് പറയൂല. എനിക്കറിയാൻ എന്നാൽ പാടില്ല. ഞാൻ പറയുന്നു, നിങ്ങൾ ഇംഗ്ലീഷ് പറയും. ഞാൻ പറയില്ല സുരാജ്. ഈ കൈ ഇരിക്കുന്ന എന്താ? മൈക്ക്, ഇവിടെ പറഞ്ഞാൽ മൈക്രോഫോൺ. ഇവിടെ പറഞ്ഞാൽ അവിടെ കേൾക്കുന്ന ഒരു സാധനം. ഇവിടെ പറഞ്ഞാൽ എവിടെ കേൾക്കുന്നു? ഏതവിടെ? കേൾക്കുന്നത് ഏത് വഴിയാണ് കേൾക്കുന്നത്? അവിടെ ചെറിയൊരു പെട്ടി ഇരിപ്പുണ്ട്. പെട്ടി. ആ. ആ, അതിന്റെ ഉള്ളില് speaker. വട്ടത്തിലൊരു സാധനം ഇരിപ്പുണ്ട്. അതിന്റെ പേരെന്താ? അതിന്റെ പേരാണ് ആ, ഒച്ച കേൾക്കുന്ന സാധനം. ഓക്കെ. ഇത് വയർലെസ് ആണോ അതോ പിന്നെ വയറുള്ളതാണോ? ഇതിന് ഒരു വള്ളിയും വേണ്ട. ആ. ഇതിന്റെ ഉള്ളിൽ വേറെ സാധനം ഉണ്ട്. ഓക്കെ. ആ സാധനം ഇട്ട് കഴിഞ്ഞാല് സംസാരിക്കാം. എന്ത് സാധനമാണ്? അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ബാറ്ററി. ആ, ആ, ആ. പിന്നെ മലയാളം പറയാണ് സുരാജ്. അതെന്നാ ബാറ്ററി ആണോ? ഒരു കട്ടയുണ്ട്. നല്ല എന്താ പറയാ, ഒരു ഉന്മേഷമുള്ള ഒരു കട്ട. ഓക്കെ. ഈ ഷൂ എവിടെ നിന്ന് വാങ്ങിയേ? ഇത് കടയിൽ നിന്ന് വാങ്ങിയത്. ഏത് കടയിൽ നിന്ന്? നമ്മുടെ പാലാരിവട്ടത്ത്. ദുബായിലൊക്കെ പോയിട്ടുണ്ടോ? ഉവ്വ. എത്ര വട്ടം പോയി? 2 വട്ടം പോയി. ആ, പറയൂ. ഗൾഫ് കൺട്രീസിൽ ഏതാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് അവിടെ ഈ മരുഭൂമി. മരുഭൂമി? അവിടെ മൊത്തം മരുഭൂമിയാണല്ലോ. അല്ല, അവിടെ മൊത്തം മരുഭൂമിയാണ്. അല്ലല്ല മരുഭൂമി അല്ലാണ്ട് അവിടെ മറ്റേ ഈ കടകളൊക്കെ ഉണ്ട്. എന്ത് കട? മോൾസ്, ഷോപ്പിംഗ് മോൾസ് അല്ലേ? ആ, അത് തന്നെ കടകൾ. എത്ര വരെ പഠിച്ചു? ഏ? എത്ര വരെ പഠിച്ചു? ആ, എത്രാം ക്ലാസ്? എത്രാം ക്ലാസ് വരെ? 10ാം ക്ലാസ്. 10ാം ക്ലാസ്. ഓക്കെ. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം. ഇനി മോൻ പറയും, ഏതുവരെ പഠിച്ചു? ഇംഗ്ലീഷ് പറയരുത്, മലയാളത്തിൽ മാത്രം കേട്ടോ. ഏതുവരെ പഠിച്ചു? 9 9ാം ക്ലാസ്. ഇത് ചേട്ടാ, ഇത് ചീറ്റിംഗ് ആട്ടോ. എന്താ? അങ്ങനെ പറയാൻ ക്ലാസ് അല്ല, വേറെ. എന്റെ എത്രാം ക്ലാസ് concentration. പഠിക്കുന്നു? 9 9ാം സ്റ്റാൻഡേർഡിലാണോ അതോ 9ാം ക്ലാസ്സിലാണോ? സ്റ്റാൻഡേർഡിൽ. എടാ, നിന്നെ തല്ലി കൊല്ലണോട്ടാ. 9ാം തരത്തിൽ. അല്ല. 9ാം തരത്തിൽ പഠിക്കുന്നു. ബീച്ചേട്ടന് പറ്റിയ കമ്പനിയാ വന്നത്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? ഇനിയെങ്കിലും തീരുമാനം പറയും. അല്ല സുരാജ്, ആ. എന്നോട് ക്ഷമിക്കണം. എന്തേ? ഞാൻ കരുതി ഇത് ടി വിയിൽ നിന്നൊക്കെ കാണുമ്പോൾ, വീട്ടിൽ നമ്മൾ എന്താണ് ഉപ്പാവൊക്കെ കൂട്ടി ചായ കുടിച്ചിന്ന് കാണുമ്പോൾ ഇതെല്ലാവർക്കും പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനത് സില്ലിയായിട്ട് എടുത്ത്. പക്ഷെ ഇവിടെ കയറുമ്പോൾ ഒരു വെപ്രാളമുണ്ട് സുരാജ്. അത് നിനക്ക് മാത്രമേ പറ്റുള്ളൂ. കേട്ടാ. ഓക്കെ, അത് സമ്മതിക്കണം. ഒരു കയ്യടി സുരാജിന് എന്തായാലും കൊടുക്കണം കേട്ടോ. സുരാജ് സമ്മതിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ പിന്നെ ഇനി- വേറൊരു കാര്യമുണ്ട്. എന്താണ്? ഒരു ഡാൻസ് കളിക്കാണ്ട് ഞാൻ ഇവിടുന്ന് പോകൂല. ദൈവമേ, ഇത് ഡാൻസ് കളിച്ചോണ്ടിരുന്നാൽ വേറൊരു വിഷയം ഉണ്ടെന്ന് ഇവിടെ. എന്ത് വിഷയം സുരാജ്? ചേട്ടൻ മറ്റേതോടുണ്ട്. എന്ത് മറ്റേ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ വീട്ടിൽ നിന്ന് പോന്നപ്പോ വൈഫിനോടും തൊട്ടപ്പുറത്തെ ശാന്ത ചേച്ചിനോടൊക്കെ പറഞ്ഞു ഞാൻ ഡാൻസ്. ശാന്ത ചേച്ചിയോട് തന്നെ പറയാൻ കാര്യം എന്താ? എനിക്ക് വേണ്ടപ്പെട്ട വൈഫ് ചേച്ചിയാണ്. പറഞ്ഞിട്ടാണ്. അല്ലല്ല, നമ്മുടെ അടുത്തുള്ള ചേച്ചിയാണ്. അടുത്തുള്ള ചേച്ചിയാണ്. ശാന്ത ചേച്ചിയായിട്ട് എന്താ കണക്ഷൻ? അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പരിപാടിയൊക്കെ കാണാറുണ്ട്. അപ്പൊ ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞ് ഞാൻ എന്തായാലും ഡാൻസ് കളിക്കാന്ന് ഓക്കെ. ഉറപ്പ് ശാന്ത പറഞ്ഞു. ചേച്ചിയും ബിജുചേട്ടന്റെ വീട്ടിന്റെ അടുത്തുള്ള എല്ലാരും കൂടെ ആവശ്യപ്പെട്ടു പുള്ളിയുടെ ഡാൻസ് വേണമെന്ന്. പക്ഷെ ഇത് മറ്റുള്ളവർക്ക് ഒരു 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 പരാക്രമമായിട്ട് തോന്നരുത്. ഇല്ലില്ല, ഡാൻസ് ആണ്. എന്നാ പെട്ടെന്ന് പോകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കളിപ്പിക്കുന്ന അല്ല, വേറൊരു വിഷയമുണ്ട് ഇവിടെ. എന്ത് വിഷയമാണ് ഞാൻ ഡാൻസ് കളിക്കും. പിന്നെ ബീച്ചേട്ടാ, ഈ കളിക്കുമ്പോ നന്നായിട്ട് ഫ്ലോറിൽ ചവിട്ടി കളിച്ചോണം. അത് step ഒക്കെ എൻ്റെ അതെ, ഒരു അതെ. step അല്ലേ? ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ല, മറ്റേത് അങ്ങ് പോക്കോളൂ ഇല്ലേ? എന്തെങ്കിലും ഇങ്ങനെ നന്നായിട്ട്. കാണിക്കണത്? അല്ല, അല്ല, വെറുതെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നു ഓ, പറയാ. ഓക്കേ, ഞാൻ കളിച്ചോളാം. ഞാൻ ചാടി കളിച്ചോളാം. അപ്പൊ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരട്ടാ. ഓക്കേ. ഒന്ന് കൈ അടിച്ചു കൊടുത്താൽ അവർക്ക്. മാറിക്കോ.
sure there is ഇതെന്താ ഇത്? സുരാജ് എങ്ങനെയുണ്ട്? ഇതെന്താ സ്റ്റൈൽ എന്താ ഇത്? ഇത് ചോട്ടാ മുംബൈ ചെട്ടിക്കുളങ്ങര ചെട്ടിക്കുളങ്ങര. ലാലേട്ടൻ. ആ ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലൊക്കെ പോയിട്ടുണ്ടോ? ഉവ്വ് ഉവ്വ് അമ്പലം അമ്പലം. ആ അമ്പലത്തിലൊരു കുളമുണ്ട്. ഉവ്വ് ഉവ്വ് ഉവ്വ്. ആ കുളത്തിനകത്ത് കുറച്ച് മാക്കാൻ തവളമാരുണ്ട്. മാക്കാൻ തവള. ഈ മാക്കാൻ തവള പാന്റ് ഷർട്ട് ഇട്ട മാതിരിയാ നിങ്ങളുടെ കോലം. മഹാവൃത്തിയുടെന്ന്. ഇതെന്തോ ഡ്രസ് ഇങ്ങനെ? സുരാജേട്ടാ നിരുത്സാഹപ്പെടുത്താതെ. അല്ല ഞാൻ പുറത്തു പോയി അവിടെ കടയിലില്ലേ അവിടെ പോയപ്പോ അവര് നല്ല അഭിപ്രായം പറഞ്ഞല്ലോ. ആ കടയിൽ പോയത് നിങ്ങളെ ചാപ്പാടിന് നല്ല അഭിപ്രായം പറഞ്ഞോ? ഒടുക്കത്തെ കാറ്റായിരുന്നെന്ന അഭിപ്രായം. അതൊന്നും വേണ്ടെന്ന്. പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ. ഇത് വേണ്ടേ? ഇത് വേണ്ടെന്നു. ലാലേട്ടനോട് എന്ത് പറയപ്പോ? ലാലേട്ടനോട് ഒന്നും പറയാൻ. അതെ നിങ്ങൾ പോകുന്നില്ല. ഇതെന്ത് ഇവിടെ നട്ടു വളർത്തിയമായി? ഒന്നും അവിടെ നീറ്റ് പോകും. ശരി റെഡി. പിന്നെ ചെറിയൊരു കാര്യമുണ്ട്. എന്ത് കാര്യം? ഞാൻ ഇതുവരെ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും പറയാം. എത്ര ആയില്ലേ? പറയാല്ലേ? റിസ്ക് എടുക്കണ്ട. ഈ ഇവിടെ പാമ്പാട. പാമ്പാടേ? ആ പാമ്പാട നല്ല മീനാ, എല്ലാവർക്കും ഇഷ്ടം. നല്ല ബെൽറ്റ് പോലത്തെ ഒരു മീനല്ലേ അത്. വറുത്ത് കഴിഞ്ഞാൽ എന്ത് സൂപ്പറാന്ന് കൈയടിക്കണുണ്ടോ? അത് പാമ്പാട മീനല്ല, അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു പാമ്പ് ഇവിടെ ഉണ്ടെന്ന്. പാമ്പുണ്ടാ? അത് കെട്ട് മാറുമ്പോ വിട്ട് അങ്ങോട്ട് പൊക്കോളും. ഞാൻ കണ്ട് ആ പടിക്ക് കിടക്കണല്ലേ. അത് സ്മോൾ അടിച്ചിട്ടാ വെള്ളം കോരി വെച്ചാൽ മതി പൊക്കോളും. സ്മോൾ അടിച്ച പാമ്പല്ല. പിന്നെ ഒറിജിനല് ഏതോ വലിയ രാജവമ്പാലേന്ന് എന്താന്നാ പറയുന്നത്. എവിടെ? കൊത്തുന്ന പാമ്പ് എവിടെ? ഇവിടെ ഇവിടെ ഈ ഫ്ലോറിലാ? ആ. എന്റെ ദൈവമേ, ദുഷ്ടക്കാരമാടാ. പാമ്പിനെ ഇവിടെ ഇട്ടിട്ടാണ് എന്റെ ലൈഫ് വെച്ച് കളിച്ചത്. എനിക്ക് പാമ്പിനെ ഭയങ്കര പേടിയാണ്. പാമ്പ് പാമ്പ് ഇവിടെ എങ്ങനെ വരും? ഞാൻ അവിടെ പോയിരിക്കാം. പൊക്കോ. ദുഷ്ട. ഇത്രേ ഉള്ളൂ ഈ മനുഷ്യന്മാര്. എന്തായി സുരാസാറെ? എല്ലാം ഓക്കെ, എല്ലാം ഓക്കെ, എല്ലാം ഓക്കെ. പാമ്പിനെ പിടിച്ചോ? പാമ്പിനെ പിടിച്ചില്ല. അല്ല പാമ്പിനെ പിടിക്കാനുള്ള ആളും ഓക്കെ ആയിരുന്നു. എടോ ആരാണ് വരുന്നത് പാമ്പിനെ പിടിക്കാൻ? വാവാ സുരേഷ് കേട്ടോ? വാവാ സുരേഷ്. ആ വാവാ സുരേഷ്. വാവാ സുരേഷ് ആരാ അത്? വാവാ സുരേഷ് എനിക്കറിയില്ല. ആരാ? വാവാ സുരേഷിനെ കേട്ടിട്ടേ ഇല്ല? ഇല്ല. എന്റെ പൊന്നെ, കേരളത്തിലെ പ്രശസ്തനായ പാമ്പുപിടുത്തക്കാരല്ലേ വാവാ സുരേഷ്? മറ്റേ ഈ ചാനലിലൊക്കെ വരുന്ന ഈ കറുത്തിട്ട് ഒരാള്. ആ വാവാ സുരേഷ് കേട്ടിട്ടുണ്ട്. എട്ടടിപ്പോക്കൾ രാജവെമ്പാലായിട്ടിരിക്കുന്നത്. എത്രയോ രാജവെമ്പാലെ പിടിച്ച ആള്. ആളാണ് വരുന്നത്. ആളല്ല വരുന്നതല്ല, അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ. ഗുരുനാഥൻ. വാവരാജു. വാവരാജു രാജസ്ഥാനിലൊക്കെ സ്ഥിരം പോയി പാമ്പിനെ പിടിക്കുന്ന ആളിവിടെ നമുക്ക് കിട്ടിയോ? നമുക്ക് കിട്ടി. അപ്പൊ ഇവിടെ വന്ന് പാമ്പിനെ പിടിക്കും. പാമ്പിനെ പിടിച്ചിരിക്കും. എന്റെ ദൈവമേ, എനിക്ക് അദ്ദേഹത്തിന് ഭയങ്കര കഴിവുള്ള മനുഷ്യനാണ്. ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ലൈവ് പാമ്പ് പിടുത്തം എനിക്കും ഒന്ന് കാണണം. എന്നാ ഞാൻ അവിടെ ഇരുന്നോട്ടെ. അവിടെ പോയി. അവിടെ ആകുമ്പോ സേഫ്റ്റി ഉണ്ട്. ഓക്കെ, ശരി ശരി. അപ്പോ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമ്മളെല്ലാവരും രക്ഷയ്ക്ക് വേണ്ടി വാവരാജ് എത്തിക്കഴിഞ്ഞു. നല്ലൊരു കൈയടി വാവരാജ് എല്ലാവരും ചേർന്ന് നൽകുക. പാമ്പ് പിടുത്തക്കാരൻ വാവരാജ് എത്തിയിരിക്കുന്നു. ഒച്ച ഇതിനകത്തോടെ തുളഞ്ഞേറി വിട്ടുപൊക്കൊണ്ടിരിക്കുക. ഞാൻ നിർത്തിയിട്ടും. അതെ, നമസ്കാരം. നമസ്കാരം. എത്ര നേരമായി കാത്തിരിക്കണത്? എപ്പ വിളിച്ചു പറഞ്ഞതാണ്? എത്ര കോളി തനിച്ചായിട്ട് പുറപ്പെട്ടെന്ന് പറയുകയും ചെയ്ത് പിന്നെ വിളിച്ചിട്ട് കിട്ടണമില്ല. നിങ്ങൾ വിളിച്ച അപ്പൊ തന്നെ ഞാൻ പുറത്തേക്ക് പോകുന്നു. എനിക്ക് കാഴ്ച ബംഗ്ലാവിൽ ഒരു പാമ്പിനെ കൊടുക്കണ്ടായിരുന്നേ. ഞാൻ ഈ പാമ്പിനെ അടുത്ത് കൂടയിലെന്നുണ്ടല്ലോ, എന്നെ ഈ വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് പഴംപൊരി ഇടുമ്പോൾ ഇങ്ങനെ ഒഴുക്കി ഞാനും കിട്ടേക്ക് കാഴ്ച ബംഗ്ലാവിൽ തിരിഞ്ഞു നോക്കുമ്പോഴേ സെപ്റ്റംബർ 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 എന്ന് പറഞ്ഞൊരു സംഭവം വെക്കണ്. എന്നിട്ടാണത്? മറ്റേ സിറാജില്ലേ? ഓ, മിമിക്രിയിലെ കൊല്ല സിറാജിക്ക. അയ്യ അതല്ലാന്നേ, മറ്റേ കഴുത്തൊക്കെ നീണ്ട ഒരു മൃഗം ഉണ്ടല്ലോ, ജിറാഫ്. ജിറാഫ്. ആ സിറാജ് വെച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ സാധനത്തിന് ആദ്യമായിട്ട് കാണുക. അപ്പൊ എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്നൊരു ആഗ്രഹം. അപ്പൊ ഞാൻ എന്റെ ഫോൺ എടുത്തേച്ച് അതിന്റെ നേരെ ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ പിടിക്കുകയല്ല,
അത് എന്റെ തിന്നാൻ കൊടുത്താന്നും പറഞ്ഞിട്ട് അത് പപ്പടോടെ കടിച്ചു കഴിഞ്ഞാൽ കറുമുറുന്നാ മുന്തിരി തിന്നാച്ചു കുരു തുപ്പിയിടണാര് ചിലപ്പോ അതിന്റെ സിമ്മെങ്കിലും തുപ്പിയിടുന്ന കരുതി അത് തുപ്പിയിട്ടില്ല ആകെ പ്രശ്നമായി പോയില്ലേ അതാ വിളിച്ച് കിട്ടാ അതാ വിളിച്ചിട്ട് ആ ഫോണ് തന്നെ എന്റെ ഫോണാ ആ അത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു പാമ്പിനെ പിടിച്ചിട്ട് പൈസ മേടിക്കാൻ മറന്നുപോയി അവനെ ഞാൻ വിളിക്കട്ടെ കേട്ടോ ഹലോ ഞാനാ രാജു പൃഥ്വിരാജു ആണോ പൃഥ്വിരാജു അല്ല പാമ്പ് കൊടുത്തക്കാരൻ രാജു ആണെന്ന് അല്ല നിങ്ങൾ ആ പൈസ തന്നില്ലായിരുന്നല്ലോ അത് മോശമായിട്ട് അങ്ങനെ നിങ്ങൾ ചെയ്യരുത് കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഒരിക്കലും ചെയ്യരുത് എത്ര കഷ്ടപ്പെട്ട് നമ്മളൊരു പാമ്പിനെ പിടിച്ചത് അത് ശരി മോശം അത് കുഴപ്പമില്ല ഞാൻ മേടിച്ചോളാം കേട്ടോ പൈസ ഞാൻ മേടിച്ചോളാം ഇതാ ഒരു കുഴപ്പം എവിടെയെങ്കിലും പാമ്പ് കയറി കഴിഞ്ഞാണ്ടല്ലോ ഓടി വായോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാമെന്നൊക്കെ പറഞ്ഞ് വിളിക്കും പാമ്പ് പിടിച്ച് കഴിഞ്ഞപ്പോൾ പറയും ചേട്ടൻ സിറ്റിക്ക് പോയേക്കുള്ളൂ വൈകുന്നേരം വാ അല്ലെങ്കിൽ ശനിയാഴ്ച പാണ്ടിയുടെ അടുത്ത് മേടിച്ചു തരാന്നൊക്കെ അതെല്ലേ കുഴപ്പമില്ല ഞാനത് മേടിച്ചോളാം പക്ഷെ നമ്മള് പണിയെടുത്ത കാശ് മേടിക്കാൻ പഠിക്കണം അപ്പൊ ആ കാശ് ഗോവിന്ദായില്ലേ ഗോവിന്ദൻ കൃഷ്ണൻകുട്ടി ഒന്നും ആയിട്ടില്ല ഞാൻ ഈ ആൺപാമ്പിനല്ലേ പിടിച്ചോളൂ ഇവൻ ചതിച്ച് പറ്റിച്ച് ഗർഭിണിയായ ഒരു പെൺപാമ്പ് അതിനകത്ത് കിടപ്പുണ്ട് 2 ദിവസം കഴിയുമ്പോ അവള് പറൂന്നങ്ങ് പറ്റി നാശാകും ഇതിനെ പിടിക്കാൻ വേണ്ടി അവൻ എന്നെ വിളിക്കില്ലേ അപ്പൊ ഞാൻ പണി കൊടുക്കില്ലേ പക്ഷെ ഇവിടെ അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല കുറെ നേരമായി എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പണി കഴിഞ്ഞാൽ അപ്പൊ തന്നെ പൈസ കൃത്യമായിട്ട് തന്നിരിക്കും പൈസ കൃത്യമായിട്ട് തന്നെ പുറമെ എനിക്ക് എല്ലാ ദിവസവും ഞാൻ എത്ര ദിവസം നിൽക്കുന്നു അത്ര എനിക്ക് 100 പാലും തന്നെ ഭയങ്കര വിശ്വാസമാണല്ലേ എന്താ അല്ല സാധാരണ അമ്പലങ്ങളിലെ പാമ്പിന് 100 പാല കൊടുക്കുന്നേ അപ്പൊ അതുകൊണ്ട് ഇത് പാമ്പിന് കൊടുക്കണ കാര്യമല്ല പറഞ്ഞേ പാല് എനിക്ക് എന്നും കുടിച്ച് നല്ല പുഷ്ടിമയായിട്ട് നിൽക്കാൻ പക്ഷെ 100 രൂപ വൈകുന്നേരം എന്നും പോയി ഓരോ സ്പൂൾ അടിക്കാൻ വേണ്ടി പൊന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ സാധാരണ രാജുവിനെ നാട്ടുകാര് ഇങ്ങനെ പാമ്പ് പിടിയാന്നാണ് വിളിക്കാറുള്ളത് നാട്ടിലോ നാട്ടിൽ എന്നെ പാമ്പ് പിടിയാന്നല്ല വിളിക്കാറ് പിന്നെ നാട്ടിൽ എന്നെ പെണ്ണുപിടിയാന്നാ വിളിക്കാറ് ഈ വിഷമുള്ള പാമ്പിനെ ഇങ്ങനെ പിടിക്കുമ്പോ പേടിയാവൂലേ എനിക്ക് പാമ്പിനെ അല്ല പേടി പിന്നെ എനിക്ക് ഏറ്റവും പേടി എന്ന് പറഞ്ഞാൽ കുരങ്ങിനെ എനിക്ക് പേടി കുരങ്ങിനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുരങ്ങിനെ പേടിക്കേണ്ട കാര്യമില്ല പക്ഷെ എനിക്ക് ഭയങ്കര പേടി നമ്മളെ പോലെ വിവേക ബുദ്ധിയുള്ള വീവല്ലേ കുരങ്ങ് എന്റെ പൊന്നു മോനെ എന്റെ നാട് ഹൈ റേഞ്ച് ആണല്ലോ ഞാൻ ഒരു ദിവസം എന്റെ വീടിന്റെ ഇറയത്ത് ഇങ്ങനെ കടിഞ്ഞായ കുടിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ പുറത്തേക്ക് പോകുമ്പോ ഒരു ഒച്ച നോക്കുമ്പോ ഒരു കുരങ്ങ് ഞാനടുത്ത് സൈക്കിളിന് കാറ്റടിക്കുമായിരിക്കും സംഗതി ഞാൻ നോക്കുമ്പോ കപ്പ വലിച്ചു ഉറക്കുക ഓട്ടത്തിൽ നിന്ന് കപ്പ വലിച്ചു ഉറക്കുക അതെ കപ്പ വലിച്ചു ഞാൻ നോക്കി ഒരു മൈൻഡ് വേണ്ടേ ഞാൻ മുതലാളിയല്ലേ ഒരു മൈൻഡ് പോലും ചെയ്ത് ഏതെങ്കിലും സാധനം എടുത്ത് തോളത്ത് വെച്ചോണ്ടേ മല കുരിശ് കയറി പോണവര് ഇങ്ങനെ കയറി പോകും എന്റെ മുത്തച്ഛനെ വേട്ടക്കാരനാ ഞാൻ അകത്ത് പോയിട്ട് തോക്ക് ഭിത്തിയെന്ന് എടുത്തിട്ട് വെടി കാലക്ക് ഈ കുരങ്ങന്റെ കുണ്ടി കിട്ടും ഈ കുരങ്ങനുണ്ടല്ലോ നമ്മളെ ഈ ഓഫീസ് റൂമിൽ ഹെഡ് മാസ്റ്ററെ അടുത്തോന്ന് വെച്ചിട്ട് ചൂരിൽ ഇങ്ങനെ ചന്തിക്കിട്ട് നല്ല അടി അടിക്കില്ലേ അതുപോലെ കുരങ്ങൻ അയ്യോ 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 ഭയങ്കര എനിക്കങ്ങ് ചിരി വന്നു ഈ കുരങ്ങൻ മേളിൽ കയറി പാറപ്പുറത്ത് കയറി വെച്ചിട്ടേ തിലകൻ ഗോഡ് ഫാദറിനകത്ത് കാണിക്കാൻ എൻ്റെ ഇങ്ങനെ എന്നെ പകരം വീട്ടിൽ ഞാൻ പോയി പണിയുള്ള കുറങ്ങാന്ന് പറഞ്ഞു ഞാനിങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ജയ് ഹനുമാൻ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് പതുക്കെ വാതിലൊരു മുട്ട് ഞാൻ ചെന്ന് തുറക്കുമ്പോ ആരാ ഈ കുരങ്ങൻ അച്ഛനെ അമ്മേനെ അനിയത്തിനെ ആങ്ങളേനെ പെങ്ങടെ മോനെ കൊണ്ടൊക്കെ വന്നേക്കുക എന്തിന് അച്ഛാ ഞാൻ പറഞ്ഞ ആൾ ഇതാന്ന് വലിയ കുരങ്ങന്റെ അടുത്ത് മുണ്ടെടുക്കാത്ത കുരങ്ങൻ കാല് വെക്കും ഒരു ഒറ്റ ചവിട്ടന്റെ നെഞ്ചിട്ട് എന്നിട്ട് ഞാൻ നാണം കെട്ടുപോയില്ലേ ഞാൻ ഭിത്തി ചെന്ന് ഞാൻ പതുങ്ങിയിരുന്നപ്പോ ഓടി വന്ന് കഴുത്തലോട്ട് പിടുത്തം തളർന്നു കിടക്കണ കൈവച്ച് അപ്പൊ തോക്കെടുത്ത് പിടിച്ചു കൊല്ലണ്ടേനാ ആ തോക്കെടുത്തിട്ടല്ല എന്റെ ഇവിടെ വെച്ചേക്കണേ അതുകൊണ്ട് എനിക്ക് അനങ്ങാൻ പറ്റുമോ എന്റെ പൊന്നേ അതെ എന്റെ മുഖത്തേക്ക് നോക്കിക്കേണ്ട കാര്യമില്ല താൻ എന്തിനാ വന്നത് ആ ദൗത്യം തീർക്ക് മാറിക്കതേ പാമ്പ് ആ മുറിയിൽ പാമ്പിട്ട് ആ മുറിയിൽ ഭിത്തി കളഞ്ഞ് ഞൊളഞ്ഞു കയറി പോണെന്നാ ആ ഭിത്തിമ ആണിമ എന്റെ ബെൽറ്റ് തൂക്കിയിട്ടേക്കല്ലേ ഫാന്റെ കാറ്റുകൊണ്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കല്ലേ പാമ്പേതാ പഴുതേരാന്ന് അറിയാൻ പറ്റാത്ത സാധനത്തിന് ഞാൻ പാമ്പ് എടുത്തിട്ട് അങ്ങനെ പറയരുത് അത് എനിക്ക് തെറ്റുപറ്റിപ്പോയി അത് പാമ്പല്ല പക്ഷെ നിങ്ങളുടെ കാലിന്റെ അവിടെ നിങ്ങളെ കടിക്കാൻ വന്ന് നിൽക്കുന്ന പഴുതാര കേട്ടോ അതെ വന്ന് സമയം കളഞ്ഞ് 11 മണിയായി 11 മണി 8:30 മണിക്ക് വിളിച്ച് പറഞ്ഞതാണ് 11 മണിയായി ഭക്ഷണത്തിന് സമയോ അയ്യോ അതിന് തുറക്കണത്തിനാണ് ഒരു പാമ്പ് കയറി തന്നെ തുറക്കല്ലേ എന്തൊക്കെ കാര്യങ്ങൾ തുറക്കല്ലേ അയ്യോ വെറുതെ അയച്ചട്ടാ അലമ്പുണ്ടാക്കല്ലേ ചപ്പാത്തിയാ ഇതിനകത്ത് ചപ്പാത്തി വെച്ചാൽ ചൂടാറില്ല ഭയങ്കര ചൂടാ വേണം അപ്പൊ ഇത് പാമ്പൊന്നുമല്ലേ പാമ്പൊന്നുമല്ല പിന്നെ ഇതിനകത്ത് ചപ്പാത്തി അല്ലേ അപ്പൊ ഇതിനകത്ത് പാമ്പേ ഇല്ല ഇതിനകത്ത് പാമ്പേ ഇല്ല ഇതെനിക്ക് 10 മണിക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഇത് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം ആ ചെറുതാ 4 മണിക്ക് കടിഞ്ചായ കുടിക്കൂലേ ആ കൂടെ കഴിക്കണ ചെറുകടി എന്റെ പൊന്നെ ബെസ്റ്റ് ടീമാണ്
അതെ എത്രയും പെട്ടെന്ന് പാമ്പിനെ പിടിച്ചെങ്കിൽ മാത്രമേ ഇവിടെ പരിപാടി തുടങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ പാമ്പിനെ വെച്ച് ഇവിടെ പരിപാടി സർപ്പയറ്റം നടക്കാൻ പോവാണ്. സർപ്പേറ്റ് നടത്താനല്ല, ഇതിനകത്ത് കയറി പാമ്പിനെ പിടിച്ച് പുറത്തു കളഞ്ഞെങ്കിൽ മാത്രമേ അവിടെ ഇരിക്കുന്ന ബിജുക്കുട്ടിനും സുരാജ് സാറൊക്കെ വന്നിട്ട് നല്ലൊരു പരിപാടി ഇവിടെ നടത്താൻ പറ്റുള്ളത്. അതിനല്ലേ ഞാൻ വന്നേക്കൾ, അത് ഞാൻ ചെയ്യില്ലേ? എന്നാ പിടിക്ക്. അത് പിടിക്കും. അതെ, ഞാൻ സംശയം ചോദിക്കട്ടെ, ഈ എവിടെയാണ് ഈ പാമ്പ് ഇരിക്കണം എന്നുള്ള സ്ഥലം? എനിക്കൊരു ലക്ഷണം കണ്ടിട്ടുണ്ടല്ലോ. ഇവിടെയാണ് പാമ്പിന്റെ വാസനത്തൈലം എന്ന് എനിക്ക് തോന്നുന്നത്. വാസനത്തൈലോ? വാസനത്തൈലല്ല, വാസസ്ഥലം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാച്ചും വേഗം അവിടെ പിടിക്ക്. ഇതിലും വലിയ പാമ്പിനെയൊക്കെ നമ്മൾ തുമ്പിനെ പിടിക്കാൻ പോക്കറ്റിലിട്ടുണ്ട്. അങ്ങനെയുള്ള എൻ്റെ അടുത്താണ് നിന്റെ കളി. ഇതന്നെ എന്റെ പഴുതാരം അടിച്ചപ്പോഴത്തെ സെക്യൂരിറ്റിയുടെ വേഷം വരെ മാറിപ്പോയി. സെക്യൂരിറ്റിയോ? എന്റെ ഈ യൂണിഫോം ആണ് തനിക്ക് തോന്നുന്നു സെക്യൂരിറ്റി ആണ്. അല്ല ആരാ എന്ത്? ആരും മനസ്സിലായില്ല. സെക്യൂരിറ്റി ഈ യൂണിഫോം ഞാൻ നിന്നിട്ട് ഞാൻ ഫോറസ്റ്റിൽ നിന്ന്. എന്നിട്ട് തണുപ്പൊന്നുമില്ലല്ലോ. എന്തിന്? എവറസ്റ്റിൽ നിന്ന് വന്നിട്ട്. എവറസ്റ്റിൽ നിന്നാണോ പറഞ്ഞത്? ഞാൻ ഫോറസ്റ്റിൽ നിന്നാണ്. ഫോറസ്റ്റിലെ സമർത്ഥനായ ഓഫീസർ കൊരങ്ങ് സജി. അതിനെ തിരിക്കുന്നത് ഇതെന്റെ വീട്ടുപേരാ, കൊരങ്ങൻ ചിറ പടിയിറ്റത്തിൽ സജി. അതിന്റെ ഷോർട്ട് അടിച്ച് കൊരങ്ങ് സജി. ആണ് കുരങ്ങ് സാറേ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇത് കുരങ്ങല്ല മറ്റേ വീട്ടുപേര് കൂട്ടി ഞാൻ അത് വേറൊന്നുമല്ല. ഞാൻ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം, ഈ ഫ്ലോറിൽ പാമ്പിറങ്ങി ഓഫീസിൽ നിന്ന് ഫോൺ വന്നു. പാമ്പിന്റെ ഓഫീസിൽ പാമ്പിന്റെ ഓഫീസിൽ നിന്നല്ല, ഇവിടുത്തെ ഓഫീസിൽ നിന്ന് ഫോൺ വന്നു. ആണല്ലേ? അതിനെ പിടിക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ ഇവിടെ വന്നേക്കണേ. അത് കൊണ്ടുപോകാനാണല്ലോ ഞാൻ ഇവിടെ വന്നത്. അത് നല്ല മിടക്കത്തരായി. ഞാൻ പിടിക്കുന്ന പാമ്പിനെ പുള്ളി കൂളായിട്ട് കൊണ്ടുപോയിട്ട് പേര് മൊത്തം പുള്ളിക്ക് എടുക്കാന്ന്. അല്ല പിന്നെ? അല്ല ഞാൻ ഈ പിടിക്കുന്ന പാമ്പിനെ മൊത്തം നിങ്ങളവിടെ കൊണ്ടുപോയിട്ട് അനാഥമന്ദിരം നടത്താൻ പോകണം പാമ്പുകളുടെ. അല്ല അത് രഹസ്യം പറഞ്ഞുതരാം. അതല്ല അനാഥരല്ല, ഇത് ഞാൻ ഈ മുന്തിയനം പാമ്പോട് ഒരു വൃത്തസേനം നടത്തുന്നുണ്ട്. വരുന്നുണ്ടാ ഒരുമാതിരി വേഷം കണ്ടെടുക്കരുത്. എടോ, താൻ വന്യമൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് അതിനെ ഉപദ്രവിക്കുന്നുണ്ടെന്നുള്ള ഒറ്റ കാരണം മതി തന്നെ പിടിച്ച് എനിക്ക് അകത്താക്കാം. കാരണം ഞാൻ വേട്ടാടിയിൽ ഉപദ്രവിച്ചില്ല, പിന്നെ എന്തിനാ വന്യമൃഗങ്ങളെ പിടിച്ച് ഉപദ്രവിച്ചത്? ഞാൻ പറഞ്ഞ എന്റെ പേരിൽ കേസെടുക്കണം. അതെപ്പോഴും ഞാൻ കേറ്. എടോ, താൻ ഉപദ്രവിച്ചില്ല തന്റെ കരുത്ത് ഈ പുലിപ്പല്ലി കിടക്കുന്നു. എവിടെ? ഈ പുലിപ്പല്ലി മല തല ഇറങ്ങുന്നല്ലോ. എന്റെ പൊന്നു സാറേ, ഇത് പുലിപ്പല്ലല്ല, അത് പിന്നെ മറ്റേ തമിഴ്നാട്ടിൽ നിന്നുണ്ടെന്ന് വെളുത്തുള്ളി ഇല്ലേ, അതിന്റെ 2 ചുള ഇങ്ങനെ എടുത്തിട്ട് തിരിച്ച് കെട്ടിയിട്ടേ. എന്തിന്? എന്ത് കാര്യത്തിനാണ്? എനിക്ക് ഗ്യാസിന്റെ അസുഖമുണ്ട്. അപ്പൊ ഈ ഗ്യാസിന്റെ അസുഖം വരുമ്പോ ഇതിൽ പറഞ്ഞ ഓടിച്ചിട്ട് ഇങ്ങനെ തിന്നും. തന്നെയല്ല നാട്ടുകാർ പിരിച്ചോളും പുലിപ്പല്ലാന്ന്. അത് കറക്റ്റ്, അത് ബുദ്ധിയാ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ താൻ വേട്ടക്കാരനുമല്ല. വേട്ടക്കാരനോട് യാതൊരു ബന്ധവും. ബന്ധമുണ്ട്. എന്റെ മുത്തച്ഛൻ ഭയങ്കര വേട്ടക്കാരനാണ്. ഭയങ്കര വേട്ടക്കാരനാ. അതെങ്ങനെ സംഭവം? അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെറൈറ്റി രീതിയിൽ വെടിവെച്ചു എന്നുള്ള ഖ്യാതി നേടിയെടുത്ത ആളാണ് എന്റെ മുത്തച്ഛൻ. സാർ ഇപ്പൊ ഒരു മൃഗത്തെ വെടിവെക്കുക അല്ലെങ്കിൽ വേട്ടയോടെ എങ്ങനെ സാർ എങ്ങനെ വെടിവെക്കണേ? ഏത് മൃഗം വേണം? ഉദാഹരണം മാനായാലോ? മാനായിക്കോട്ടെ. ഓക്കെ, റെഡി. അപ്പൊ ഈ മാൻ ഇങ്ങനെ വരുന്ന വഴിക്ക് ഞാൻ ഇങ്ങനെ പാത്തിരിക്കും. ഇങ്ങനെ ഞാൻ ഇരുന്നു എന്റെ റിവോൾവർ എടുത്ത് ടഷ്കണേ ഒറ്റടി അങ്ങ് കൊടുക്കും. ഇത് മതി എനിക്ക്. ടഷ്കണേ അല്ല, പിന്നെ ഒരു മാനിനെ വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞില്ലേ, അത് മതി. സൽമാൻ ഖാന്റെ കൂടെ ജയിലിൽ കിടക്കാം. ഉദാഹരണം പറഞ്ഞ കാര്യമൊന്നുമില്ല, നിങ്ങൾ കുറ്റം സമ്മതിച്ചോ? എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വേണ്ടി ഉദാഹരണം പറഞ്ഞു. എന്നാ എന്റെ മുത്തച്ഛനുണ്ടല്ലോ അങ്ങനെ തോക്ക് വെച്ച് വെടിവെച്ചല്ലേ പിടിക്കണേ. പിന്നെ അപ്പൊ സാറ് ഇങ്ങനെ പാത്തിരുന്നു എന്ന് പറഞ്ഞ വഴിയുണ്ടല്ലോ, ആ വഴിയുടെ തൊട്ടിപ്പുറം മരം നിൽക്കണുണ്ടായിരുന്നു. എനിക്കറിഞ്ഞൂടാ അല്ലെ? എന്റെ മുത്തച്ഛനുണ്ടല്ലോ മാർക്കറ്റിൽ പോയി 1 കിലോ ക്യാരറ്റ് മേടിച്ചോണ്ട് ഈ മരത്തെല്ലാം കയറി വയ്ക്കും. എന്നിട്ട് പുള്ളി ചൂണ്ടയിൽ ഇങ്ങനെ കോർത്തിട്ട് ഇങ്ങനെ ക്യാരറ്റ് കോർത്ത് താഴേക്കും കിടും. എന്നിട്ട് ഈ പച്ചപ്പുല്ലിൽ നിന്നും ബോറടിച്ച മാനുണ്ടല്ലോ, ഉല്ലാസപന്തലം ഡാൻസ് കളിച്ചോണ്ട് ഒരു വരവും. അതെങ്ങനെയാ? മോകം കണ്ടാൽ പിന്നേതു പെണ്ണും പൂച്ചയെ പോലെ പതിയെ എങ്ങനെ ഡാൻസ് കളിച്ച് ഈ മാൻ വരും. മാൻ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇത്ര ചെയ്യുന്നുള്ള ഒരു ക്യാരറ്റ് കിടക്കണം. ക്യാരറ്റ് കണ്ടാ മാൻ വിടുവോ? ഒരു ഒറ്റ കടി ക്യാരറ്റ് മറ്റേ പിടിച്ചു കടിച്ചാൽ മുത്തച്ഛൻ വിടുവോ? ഒരു ഒറ്റ പിടി. അങ്ങനെ 10-35 മാനായിക്കാൻ ഇതിന് വീട്ടിലേക്ക് കൊണ്ടുപോകണല്ലോ. പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഞാൻ വണ്ടിയൊന്നുമില്ലോ. ഇത് എങ്ങനെ കൊണ്ടുപോകും? പുള്ളി മേളിൽ നിന്ന് ഒരു ഓലയിൽ നിന്ന് ഈർക്കിളി ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ, അങ്ങനെ കോറമ്പിൽ പോലെ ഉണ്ടാക്കിയിട്ട് ഈ മാനിന്റെ ചെകളയുണ്ടല്ലോ, മാനിന്റെ ചെകളയല്ല കവിള് ഇങ്ങനെ വാഴക്കിനെ കുത്തിയെടുത്തിട്ട് 10-35 മാൻ ഇങ്ങനെ കോർത്തോണ്ട് ഇങ്ങനെ തോളത്തിൽ വീട്ടിലേക്ക് പോകും. പിന്നെ ഒരാഴ്ചത്തേക്ക് വീട്ടിൽ മീൻ വറുത്തതായിരിക്കും. മാൻ വറുത്തതായിരിക്കും. അതാ എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി. അങ്ങനെയാണെങ്കിൽ എനിക്ക് കഥ പറയാനുണ്ട്. സാറിന് കഥ പറയാം. പിന്നെ ഞാനൊരു ദിവസം ഫോറസ്റ്റിൽ കൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോവാ. കാട്ടിക്കട സാർ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഞാൻ ഇങ്ങനെ നടന്നു പോയപ്പോ കേക്കാടാ ഒരു കൂർക്കമ്പലി. ഞാൻ ഞാനടാ കാട്ടിക്കിടന്ന് കൂർക്കമ്പലിക്ക് നോക്കിയപ്പോ എന്തുവാ, മുട്ടക്കാട്ട് ഒരു പുലി എന്റെ മുന്നേ ചാടി കൊണ്ട് വായും തുറന്നു ഒറ്റ നിൽപ്പാ. സാറിന്റെ മുമ്പിൽ വായും തുറന്നിക്കണ്. പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല, എന്റെ മുന്നേ ചാടി വീണെന്ന് പറ്റും. ഞാനാണ് റിവോൾവർ എടുത്തിട്ടുണ്ടോ? അത് എന്നോടാണോ ചോദിക്കണത്? അല്ല, ഞാൻ എടുത്തിട്ടില്ല. ഞാനിങ്ങനെ പുലിയായിട്ട് കണ്ണി ഇങ്ങനെ നോക്കി നിൽക്കും അവനായിട്ട്.
ഞാനൊന്ന് സൈറ്റ് അടിച്ചാൽ ആ പുലി തിരിച്ചെന്നെ സൈറ്റ് അടിച്ചു. ഞാൻ ആണുങ്ങളോട് താല്പര്യമുള്ള പുലിയായിരുന്നു. അതല്ലെന്ന് അത്ര ശ്രദ്ധയാണല്ലോ അവൻ എന്റെ മേത്ത്. പുലിക്ക് ഭയങ്കര സത്യമാണ്. കുനിഞ്ഞൊരു കല്ലെടുത്താൽ അവനും കുനിഞ്ഞ് കല്ലെടുക്കുന്നു, എന്നെ എറിയും, കൊല്ലു എന്നെ. പിന്നെ എന്ത് ചെയ്യും? എനിക്ക് രക്ഷിക്കണ്ടേ, എന്റെ ജീവൻ രക്ഷിക്കണ്ടേ? അയ്യോ. ഞാൻ എന്ത് ചെയ്യും? നേരെ അങ്ങോട്ട് ചാടി ചെന്നേച്ച് വാതുറ നിൽക്കല്ലേ, കൈ അടിച്ച് അവന്റെ വായിക്കത്രം കയറ്റി ചെയ്യും. അറ്റം പിടിച്ച് വാലെ പിടിച്ച് ഒരു ഒറ്റ വരി തിരിച്ചങ്ങ് വലിച്ച്. പുലി ഇപ്പൊ അകം പുറം തിരിഞ്ഞ് അവിടെ കിടക്കുക. അകമ്പുറം തിരിഞ്ഞു പോയി. അങ്ങനെ സത്യ സാർ ഇവിടെ നിൽക്കേണ്ട ആളല്ല കേട്ടോ. പിന്നെ ഇവിടെ നിൽക്കേണ്ട ആളല്ല. അത് ഒരുപാട് പേര് പറയുന്നു ഇവിടെ എല്ലാം. അല്ല, പാറമടയിൽ ചെന്ന് നിൽക്കണം. എന്തിനാ? എന്നിട്ട് ഈ കഥ അങ്ങ് പറഞ്ഞാൽ മതി. പാറ തന്നെ പൊട്ടി തെറിച്ചു പോകും. ഇത് ഞാൻ കള്ളം പറഞ്ഞിരിക്കുവാണ്. വിവരമില്ല അല്ലേ? അല്ല, പാമ്പിനെ പറ്റി വലിയ വിവരമില്ല എന്ന് പറയായിരുന്നു. അവന്റെ കാര്യം പറഞ്ഞിട്ട് ഇവിടെ സൈലൻസ്. ഇവിടെ അടുത്ത് ഇവിടെ ഫോറസ്റ്റ് ഉണ്ട്. ഉണ്ട്, കാടുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. അതാ ഞാൻ പറയാം, ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഭാഗ്യരേഖയിൽ ഖേതുവിന്റെ ഒരു അപഹാരം ഉണ്ട് കേട്ടോ. ആണോ? എന്തിന്റെ കാര്യം പറയുന്നത്? മറ്റേ ഭാഗ്യരേഖയിൽ ഖേതുവിന്റെ അപഹാരം. അതല്ലെന്ന് പറഞ്ഞത്. ചെവി ഒന്ന് കൂർപ്പിക്കാൻ. ചെവി കുറിപ്പിക്കാൻ. ചെവി എന്നെ റൂളി പെൻസിലാണ്. ആരോടെ ഞാൻ ഇങ്ങനെയാണോ? ഞാൻ ഇല്ല കേട്ടാ. ഒരു സാധനം കേൾപ്പിച്ചാൽ ചെവി ഒന്ന് ശ്രദ്ധിച്ചേ, ശ്രദ്ധിച്ച് പിടിച്ചേ. നോക്ക്. ഉണ്ട്. ഒരു സിംഹാലർന്ന ശബ്ദം. സിംഹാലർന്ന ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. കാന്റീനിൽ 10-30 പേരൊക്കെ ഉണ്ടല്ലോ, പാട്ടക്കകത്തൊക്കെ ചായ ഒഴിക്കണ ഒച്ച. അത് സിംഹാലർന്നല്ല. അത് അതാണോ? ചായയുടെ കാര്യം പറഞ്ഞു. ഞാൻ രാവിലെ ഇറങ്ങി. വല്ലതും കഴിച്ചായിരുന്നോ? കഴിച്ചില്ല. വിശപ്പുണ്ടോ? വലിയവരായിട്ടൊന്നുമില്ല. എന്നാ കഴിക്കണ്ട. അല്ല, അങ്ങനെ ചെറുതായിട്ടുണ്ട്. അതാ എനിക്കും വരുന്ന വെച്ചാ എനിക്കും നല്ല വിശപ്പാണ്. എനിക്ക് ഇത് കഴിച്ചാൽ മതി. ആ മതി. ഇത് വേണ്ട. സാറിന് സാറാ പഴത്തിന്റെ മദ്യഭാവം കളഞ്ഞേ. അതറിയാൻ പാടില്ലേ? മദ്യം കഴിക്കരുത്, അത് വിഷമാണ്. അതങ്ങനെ എന്നെ ട്രെയിനിങ് പഠിപ്പിച്ചതാ. സമയം നമുക്ക് കളയാനില്ല. ഭയഭക്തി ബഹുമാനത്തോടെ പ്രാർത്ഥിച്ച് കാര്യം. അങ്ങനെ തുടങ്ങാനാണെങ്കിൽ ഒരു കാര്യം, എനിക്ക് ഒരു പാക്കറ്റ് ചന്ദനത്തിരി വേണം. ചന്ദനത്തിരി ഭയഭക്തി ബഹുമാനത്തോടെ കത്തിച്ചിട്ട് വേണം എനിക്ക് പാമ്പിനെ പിടിക്കാൻ. വിഷമായിട്ടുള്ള അംഗം തട്ടുന്നുള്ള പരിപാടി അത്. അങ്ങനെയാണ്. ബാക്കി ചന്ദനത്തിരി കളയണ്ട. അതിനാ പാമ്പ് അടിച്ച് ചാകുമ്പോ തലയ്ക്ക് വെച്ച് കത്തിക്കാം. അത് കൊള്ളാവുന്ന ഒരു കാര്യം. ഞാൻ ആ ചന്ദനത്തിന് റിബണെ കെട്ടിയിട്ടേ ഇങ്ങനെ തലയിൽ ഇങ്ങനെ കെട്ടി പട്ടിയെടുത്തക്കാരൻ്റെ തൊട്ട് ഇങ്ങനെ ശ്രീകൃഷ്ണന്റെ തൊട്ട്. അപ്പൊ സമയത്ത് ഓടാൻ നടക്കണ്ട. സമയത്തോടെ നടക്കണ സമയത്ത് വെച്ച് ഇങ്ങനെ കത്തിച്ചാൽ മതി. അത് നല്ല ഐഡിയ. പാമ്പിനെ പിടിക്കാൻ പാമ്പൊക്കെ ഇതിലും വലിയ സംഭവം. ഇവിടെ വന്നോ? ഇവിടെ വന്നോ? പുറത്താണ്? പുറത്ത് ഭാഗത്താണ് പാമ്പ് സാറിന് കാണാറ്. അത് ഞാൻ പോയിട്ട് വരേ. ഊതി ഇതിന് ഗ്യാസ് ട്രബിൾ വരെ വന്നു. എന്റെ ഈ ഫ്ലോറിൽ തനിക്കെന്താ കാര്യം? എന്നെ നോക്കി ഞാൻ ഫോറസ്റ്റിൽ നിന്ന് വേണ്ട എവറസ്റ്റിൽ നിന്നാണോ ചോദിക്കാനല്ലേ? ആ പണി എനിക്ക് കിട്ടിയത്. അത് വേണ്ട, അത് വിട്ടേര്. ആരാണെന്ന്? ഞാൻ വനപാലകൻ. ധനപാലകനാ? അരെ ഇത് എങ്ങനെ പറയും? ധനപാലൻ. എടോ, എവറസ്റ്റ് മറ്റേ ഫോറസ്റ്റിൽ നിന്നാന്ന് പറഞ്ഞു. തന്നെ ഇവിടെ ആരാ വിളിച്ചത്? അത് എന്ന് പറഞ്ഞത് പാമ്പിറങ്ങിയെന്ന് എന്നെ വിളിച്ച് പറഞ്ഞില്ലേ? എടോ, ഞാൻ വേറെ ആൾ വിളിച്ചു ഇവിടെ. ആര്? ഞാൻ വാവരാജു മിടുക്കൻ. ഉണ്ട്. എന്നെ ഇവിടെ എന്റെ ഉണ്ടായിരുന്നു എന്റെ കൂടെ. അത് പുള്ളി ഞാൻ പുറത്തോട്ട് പറഞ്ഞിട്ട് പുള്ളി ചെറിയ പൊടിക്കൈയൊക്കെ കൊടുത്ത് വിട്ടേക്കും. ഞാൻ തന്റെ പൊടിക്കൊന്നും വാവരാജിന് വേണ്ടോ? എന്റെ അമ്മയാണ് എന്റെ ഒരു മൂക്കിപ്പൊടി മേടിച്ചോണ്ട് പോയെ. തന്റെ മൂക്കിപ്പൊടി വേണ്ട, പൊടിക്കയും വേണ്ട. വാവരാജ് പോയിട്ടുണ്ടോ കൈ നിറയെ പാമ്പുകളായിട്ട് തിരിച്ചു വരുന്നത്? അതെ, ഈ പുറത്തോട്ട് രാജു പാമ്പിനെ പിടിക്കാനല്ലേ പോയത്. അതെ, അല്ലാതെ കടലിൽ മീൻ പിടിക്കാനൊന്നും അല്ലല്ലോ പോയി. കൈ നിറയെ വാരിക്കൊണ്ട് വരുന്നത്. ഒരു പാമ്പേ ഉള്ളൂ, അതിനെ പിടിച്ചോണ്ട് പോയി. എടോ, താൻ ആരാണെന്ന് പറ. ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഫോറസ്റ്റിലെ മിടുക്കനായ ഓഫീസർ കുരങ്ങ് സജി. ഞാൻ മിടുക്കനാണെന്ന് താൻ തന്നെ പറഞ്ഞാൽ മതിയോ? എന്റെ മിടുക്ക് കേൾക്കണോ? ഞാനൊരു ദിവസം ഫോറസ്റ്റ് കൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോവാ. അപ്പൊ നോക്കിയപ്പോ കാണാ ഒരു പുലി എന്റെ മുന്നിൽ ചാടിന്ന് വാ തുറന്ന് ഇങ്ങനെ നിൽക്കുക. ഇത് കണ്ടപാടെ സാറ് വളത്തെ കൈ അങ്ങോട്ട് അകത്തേക്ക് കയറ്റിയിട്ട് വാലി പിടിച്ചിട്ട് ഒരു ഒറ്റ വലി പുലി അകം പുറംതിരിഞ്ഞു പോയി. ഇതെന്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് നാട്ടിലെ ബെഡായിക്കാർ പറയുന്ന ബെഡായി കഥയാണ്. ഇതാ ഞാനൊരു കാര്യം ഞാൻ പറയാം. ഇതൊന്നും പറഞ്ഞാൽ പറ്റിക്കാൻ നോക്കണ്ട. അതെ, ഇവിടെ പോയ വാവരാജുവാ. വാവരാജു പാമ്പിനെ എങ്ങോട്ട് വരുള്ളൂ. മനസ്സിലായില്ലേ? ഹലോ, എന്താ പരിപാടി? പാമ്പിനെ പിടിച്ചോ? അല്ല സുരേഷ് സാറേ, വാവരാജു വന്നു. വാവരാജു പാമ്പിനെ പിടിക്കാൻ പോയേക്കാണ്. ബാബുരാജോ? വാവരാജു. ഓ, ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ സിനിമയുടെ ബാബുരാജ് പാമ്പ് പിടുത്തോന്ന് തുടങ്ങി. അല്ല, വാവരാജു പാമ്പിനെ പിടിച്ചിട്ട് ഇപ്പൊ വരും. അതായത് വാവരാജു ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ നിക്ക്. ഇതാരാ ഈ പാമ്പ്? പാമ്പെന്നല്ല, ഞാൻ ഫോറസ്റ്റിൽ നിന്ന് വന്ന ഫോറസ്റ്റ് സമർത്ഥനായ ഓഫീസർ കുരങ്ങ് സജി. പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. കുരങ്ങ് സജിയോ? ഞങ്ങളുടെ വീട്ടുപേരെ കുറങ്ങഞ്ചിറ പടിയിച്ചതിൽ. അല്ല, വീട്ടുപേരായിട്ട് ഇടണ്ട, സ്വന്തം പേരായിട്ട് തന്നെ ഇടുന്നതായിരിക്കും യോഗ്യത. കുറച്ചുകൂടെ നല്ലത്. അല്ല, ഇതിപ്പോ ബാബരാജു എവിടെ? അല്ല, വാവരാജു പോയേക്കാണല്ലോ. വാവരാജു പുറപ്പെട്ടിട്ടുണ്ടോ? വന്നാൽ ഒരു തീരുമാനാക്കിയിട്ടേ വരൂ. അയ്യോ അയ്യോ അയ്യോ, ഇതാരാണ്? ഇതാണ് വാവരാജു. അയ്യോ, ഇതാണോ ബാബരാജു? ഇത് കരയുമ്പോഴുള്ള മുഖം, മറ്റത് മറ്റേ മോന്ത വേറെ ഉണ്ട്. അയ്യോ, എന്തിനാ കിടന്ന് കരയുന്നേ? എന്നെ പാമ്പ് കടിച്ചണാവേ. പാമ്പ് കടിച്ചു. നിങ്ങൾ പാമ്പിന്റെ മെയിൻ ആളല്ലേ, എന്തിനാ കടിപ്പിക്കുന്നത്? അത് ചത്ത് കിടന്ന പാമ്പ് എന്നെ കടിച്ചത്. ചത്ത് കിടന്ന പാമ്പ് കടിച്ചു? ഞാൻ ഈ പാമ്പിനെ പിടിക്കാൻ വേണ്ടി അങ്ങോട്ട് ഓടി ചെല്ലുമായിരുന്നു. അപ്പൊ ഒരു കുറച്ച് പിള്ളേർ ഇങ്ങനെ വട്ടം കൂടി ഞാനടുത്ത് കിടിക്ക് കുത്ത് കളിക്കുമായിരിക്കും. ഞാൻ ചെന്ന് നോക്കിയപ്പോഴല്ലോ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച പാമ്പില്ലേ തല്ലി കൊന്നിട്ടേക്കണം.
ഇവിടെ കയറി പാമ്പിനെ തല്ലിക്കൊന്ന് പയ്യന്മാരിട്ടേക്കുന്നു അത് ചത്തോന്നറിയാൻ വേണ്ടി അതിന്റെ പൾസ് പിടിച്ച് നോക്കിയതാ അപ്പോഴല്ലോ KSRTC ബസ്സിൽ ബെല്ലടിക്കുന്ന പോലെ പാമ്പ് ഇങ്ങനെ ടങ് ടങ് രണ്ടത് അവിടെ ഒന്ന് KSRTC ബസ് കിടപ്പുണ്ടായിരുന്നു. ആ ബസ്സും പോയി. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ആശുപത്രി കൊണ്ടുപോകാ. അയ്യോ അയ്യോ അയ്യോ. ഇതാണ് നിങ്ങൾ പറഞ്ഞത്. ബാബുരാജു ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് തീരുമാനമാക്കിയിട്ടേ പോവുള്ളൂ. ഇപ്പൊ തീരുമാനമായില്ലേ? ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൽ ഇനി ചെറിയൊരു ബ്രേക്ക്. പരല് 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 പൂവാലി പരല് പരല് ഇന്നലെ നേരത്തി പരല് വെള്ളത്തിലോടണല്ല. പരല് 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 പൂവാലി പരല് പരല് ഇന്നലെ നേരത്തി പരല് വെള്ളത്തിലോടണല്ല. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. ബിജേട്ടാ, വന്നതിലും കണ്ടതിലും വളരെ സന്തോഷം. സന്തോഷം സന്തോഷം. എന്നാലും ഇത്രയും വേണ്ടിയിരുന്നില്ല, കുറച്ച് കടന്നുപോയി. എന്റെ പെർഫോമൻസ് ആണോ? അല്ല, പെർഫോമൻസിന്റെ കാര്യമല്ല, എന്റെ സാരിയുടെ കാര്യം പരാമർശിക്കേണ്ടിയിരുന്നില്ല. സാരിയുടെ പരക്കെ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. മേക്കപ്പിന്റെയും അതുപോലെ അല്ല, സാരി ഉടുക്കാൻ അറിയില്ല അറിയില്ലെന്ന് പറയുന്നത് എല്ലാരും അറിഞ്ഞതുകൊണ്ടുള്ളൊരു അങ്ങനെയല്ല, എനിക്ക് പക്ഷേ ഞാൻ നന്നായിട്ട് ആസ്വദിച്ചു കേട്ടോ. സാരി ഉടുക്കാൻ അറിയില്ല. ഞാൻ കണ്ടല്ലോ 6 പേരുമായിട്ട് നിന്ന് അവിടെ. ചേട്ടനെ പോകുന്ന നോക്കി. അയ്യോ, ഇത്രയും നേരം ബിജു നമ്മളെ കളിയാക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടു. പിന്നെ അദ്ദേഹത്തിന്റെ ഡാൻസ് കണ്ടു. ഇനി പാട്ടെങ്ങാനും വേണോ? വേണം. ചേട്ടാ, അവർക്കുള്ളത് അവരായിട്ട് ചോദിച്ചു മേടിക്കും. പിന്നെ നമ്മള് ഓക്കെ, നിരുത്സാഹം. എന്നാ പിന്നെ പാടിക്കോളൂ. അല്ല, അവര് പറഞ്ഞിട്ടില്ല. സന്തോഷം അല്ലേ? അതെ അതെ, മാറിക്കോളും. അല്ല, ഡാൻസ് പോലെ ഗംഭീരാവോ? അതിലും ഗംഭീരമാണത്. അതിലും ഗംഭീരം. ഏത് പാട്ടാണ് പാടുന്നത്? ആ പരൽ ഈ പരൽ. എനിക്ക് വയ്യ. മണിച്ചേട്ടന്റെ പാട്ട്. മണിച്ചേട്ടൻ്റെ പാടത്. അതെന്താ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേറൊരു പാട്ട് എഴുതി പാടി? അല്ല, എല്ലാ ഗായകന്മാരും സ്വന്തമായിട്ട് എഴുതി ട്യൂൺ ചെയ്ത പാട്ടല്ലോ പാടുന്നത്, അല്ലേ? യേശുദാസ് പാടുന്നത് വേറെ ആൾക്കാർ എഴുതി ട്യൂൺ ചെയ്ത പാട്ട്. അതുകൊണ്ട് ഞാനും ഇതൊക്കെ ഞാൻ ഇത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കണത്. ഇനി നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ പാട്. ഓക്കെ, എല്ലാവരും അടിച്ച ഓക്കെ. പരലി പരലി പരല് പൂവാലി പരല് പരല് ഇന്നലെ നിരത്തി പരല് വെള്ളത്തിലോടണല്ല. പരലി പരല് പരല് പൂവാലി പരല് പരല് ഇന്നലെ നിരത്തി പരല് വെള്ളത്തിലോടണല്ല. പരലി പരല് പരല് പൂവാലി പരല് പരല് ഇന്നലെ നിരത്തി പരല് വെള്ളത്തിലോടണല്ല. പുത്തനിടിയും വെട്ടി മഴയുടെ ശക്തിയുടമ്പെടുത്ത് എന്റെ മോക്കെട്ടുകൾ പൊട്ടിത്തകർന്നു വയലിന്റെ തട്ടുകളൊപ്പമായി. പുത്തനിടിയും വെട്ടി മഴയുടെ ശക്തിയുടമ്പെടുത്ത് എന്റെ മോക്കെട്ടുകൾ പൊട്ടിത്തകർന്നു വയലിന്റെ തട്ടുകളൊപ്പമായി. പരലി പരല് പരല് പൂവാലി പരല് പരല് ഇന്നലെ നേരത്തി പരല് വെള്ളത്തിലോടണല്ല. ആകാശവീതി തോറും കരഞ്ഞിത ആനന്ദ ചെമ്പരുന്ത് പറക്കണ് വട്ടം കറങ്ങി വന്ന് വയലിലെ പുള്ളിപ്പരല് കൊത്ത. ആകാശവീതി തോറും കരഞ്ഞിത ആനന്ദ ചെമ്പരുന്ത് പറക്കണ് വട്ടം കറങ്ങി വന്ന് വയലിലെ പുള്ളിപ്പരല് കൊത്ത. പരലി പരല് പരല് പൂവാലി പരല് പരല് ഇന്നലെ നിരത്തി പരല് വെള്ളത്തിലോടണല്ല. വെള്ളപ്പരപ്പിൽ കണ്ടേ പരല് തുള്ളിക്കളിച്ചൊരുങ്ങി നിരന്ന് വീശും വലയിലെല്ലാം നിറഞ്ഞ് തൂവള്ളിപ്പുപ്പരല്.
വെള്ളപ്പരപ്പിൽ കണ്ടേ പരലി തുള്ളിക്കളിച്ചൊരുങ്ങി നിരന്ന് വീശും വലയിലെല്ലാം നിറഞ്ഞ് പൂവള്ളിപ്പൂ പരല് ആ പരല് 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 പൂവാലി പരല് പരല് ഇന്നലെ നിരത്തി പരല് വെള്ളത്തിലോടണല്ല ആ പരലി പരല് പരല് പൂവാലി പരല് പരല് ഇന്നലെ നിരത്തി പരല് വെള്ളത്തിലോടണല്ല അന്നു വയലിലെല്ലാം പരലിന്റെ തുള്ളിക്കളി തുടങ്ങി അന്നേരം ചെമ്മാനം കണ്ടിറങ്ങി പുതുനിറ ചെമ്പുള്ളിപ്പൂമ്പരുന്ത് അന്നു വയലിലെല്ലാം പരിന്തിന്റെ തുള്ളിക്കളി തുടങ്ങി അന്നേരം ചെമ്മാനം കണ്ടിറങ്ങി പുതുനിറ ചെമ്പുള്ളിപ്പൂമ്പരുന്ത് ആ പരലി പരല് പരല് പൂവാലി പരല് പരല് ഇന്നീ നിരത്തി പരല് ചോറുംപുറത്തേറി ആ പരലി പരല് പരല് പൂവാലി പരല് പരല് ഇന്നീ നിരത്തി പരല് ചോറുംപുറത്തേറി ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിൽ ഇനി ചെറിയൊരു ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ്. അറിഞ്ഞിരുന്നില്ല ഇത്രയും വലിയ ഒരു 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 സംഭവമാണെന്ന്. കലയുടെ നിറകുടമാണ് ഞാൻ. കലയുടെ നിറകുടമാണ് ഞാൻ. ഇനിയും വിളിക്കണം, കുറെ പുറത്തെടുക്കാനുണ്ട്. ഓക്കെ, പുറത്തെടുക്കുന്നതെല്ലാം കാണാനായിട്ട് നമ്മളും വെയിറ്റ് ചെയ്യും. നല്ല നല്ല കോമഡികൾ, നല്ല ഇതുപോലെ പാട്ട് ഡാൻസുമായിട്ട് ഇനിയും ഈ വേദിയിൽ വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു വിജയേട്ടാ, വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. എന്ത് കുറ്റം പറഞ്ഞാലും വിജയേട്ടൻ തന്നെ. താങ്ക് യു. കാര്യം ഇപ്പൊ ഇത്രയൊക്കെ ഇവിടെ വന്ന് നമ്മളെ കളിയാക്കി, അതുകൊണ്ട് തന്നെ ഇതിന്റെ സൈനിങ് ഓഫും അണ്ണൻ തന്നെ പറയും. കോട്ടിടാതെ അല്ലേ? കോട്ടിടാണ്ട് പറയും. പ്രിയമുള്ളവരെ, ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് ചെയ്യാൻ സമരോ ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ഇത് പറ്റിയ പണിയല്ല. അല്ല, ഞാൻ വന്നോടിക്ക് ഒരു സമരം കണ്ടിരുന്നത്. തെറ്റാതെ പറയും. പ്രിയമുള്ളവരെ, ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിയാൻ സമയമായി. അടുത്ത എപ്പിസോഡ് കാണുമ്പോഴേക്കും ഗുഡ് ബൈ. അല്ല ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് എടുത്തോ. ഞാൻ പറഞ്ഞു തരുന്ന പോലെ പറഞ്ഞാൽ മതി. ഓക്കെ, അതാകുമ്പോ എളുപ്പം കഴിയും. തീർച്ചയായും. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഇന്നത്തെ ചിരിക്കാഴ്ച ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ കാണാം എന്ന പ്രതീക്ഷയോടെ ഗുഡ് നൈറ്റ്.